പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. സ്തുതിക്കട്ടെ, കരങ്ങളുയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരമുയർത്തി സ്തുതിക്കാമോ? കണ്ണുകൾ ഈശോയുടെ മുമ്പിൽ പൂർണ്ണമായിട്ട് അടയ്ക്കാം. പരിശുദ്ധാത്മാവിൻ്റെ പുതിയൊരു അഭിഷേകത്തിന് വേണ്ടി ഈ സമയം നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണടച്ചേ. ഈശോയുടെ വചനം ശ്രവിക്കാൻ ഈശോ നമ്മൾ ഓരോരുത്തരെയും ഈ ആലയത്തിലേക്ക് കൊണ്ടുവന്നു. ദൈവത്തിൻ്റെ വലിയ പരിപാലനയെ ഓർത്ത് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഏതെല്ലാം അവസ്ഥകളിലൂടെ നമ്മൾ കടന്നു പോകുന്നവരാണ്. അവസ്ഥകളെല്ലാം ദൈവം അറിഞ്ഞുകൊണ്ട് അവസ്ഥകളെ അതിജീവിക്കാൻ ആവശ്യമായ കൃപ നമ്മളിൽ നിറയുവാൻ ഈ 3 ദിവസം ഈശോയോടുകൂടെ ആയിരിക്കുവാൻ ദൈവം നമ്മെ തിരഞ്ഞെടുത്ത ദൈവത്തിൻ്റെ വലിയ പരിപാലനയെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. സമർപ്പിക്കാം ഈ 3 ദിവസത്തെ ധ്യാനത്തിലായിരിക്കുന്ന നമ്മൾ ഓരോരുത്തരെയും നമ്മുടെ എല്ലാ ആത്മീയ ഭൗതിക നിയോഗങ്ങളെയും ഈശോയുടെ കരങ്ങളിലേക്ക് ഈ സമയം സമർപ്പിക്കാം. നമ്മെ ഭരിക്കുന്ന പരിശുദ്ധാത്മാവ്, നമ്മളെ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവ്, നമ്മളോട് കൂടെ ആയിരിക്കുന്ന ദൈവത്തിൻ്റെ ചൈതന്യം, എവിടെവരെ ഈശോ നമ്മെ ഇത്രത്തോളം സ്നേഹിക്കുന്നു, ഈശോയുടെ വലിയ കരുണ അനുഭവിച്ചറിയാൻ നമ്മളെ ചേർത്ത് പിടിക്കുന്നു. തൻ്റെ മാറോട് ചേർത്ത് നമ്മളെ കരുതുന്ന നമ്മുടെ നല്ല ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ദൈവസ്നേഹത്തിൽ നിറഞ്ഞ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിലായിരുന്നു കൊണ്ട് ഈ ധ്യാനത്തിൽ പൂർണ്ണമായി നമ്മുടെ കുടുംബങ്ങളെ, തലമുറകൾ വിശുദ്ധീകരിക്കപ്പെടുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ചില കെട്ടുകൾ നമ്മളിൽ മുറുക്കിയിട്ടിരിക്കുന്ന സാത്താൻ്റെ അവസ്ഥകളുണ്ട്. ചിലത് നമുക്ക് വിട്ടുകൊടുക്കാൻ പറ്റാത്ത അവസ്ഥകളുണ്ട്. ചിലത് നമുക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല, ചിലരെ സ്നേഹിക്കാൻ പറ്റുന്നില്ല, ചില രോഗങ്ങൾ സുഖപ്പെടുന്നില്ല, ചില അവസ്ഥകളിൽ മാറ്റം വരുന്നില്ല. ഈശോയ്ക്ക് കൊടുക്കാം, ഈശോയ്ക്ക് കൊടുക്കാം. നമ്മളെ സൃഷ്ടിച്ച് പരിപാലിച്ച ദൈവത്തിന് നമുക്ക് കൈമാറാം. ദൈവമേ, നീ എനിക്ക് ഈ ഭൂമിയിൽ ജന്മം നൽകിയപ്പോൾ നീ സൃഷ്ടിക്കാത്ത, നീ ക്രിയേറ്റ് ചെയ്യാത്തത് എന്തെങ്കിലും എന്നിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഈ ധ്യാനം വഴി അവിടെ നിന്ന് എടുത്തു മാറ്റണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. രോഗങ്ങളോ കടബാധ്യതകളോ ദുഃഖങ്ങളോ ദുരിതങ്ങളോ എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, നീ ആഗ്രഹിക്കാത്തത്, നീ എനിക്ക് അനുവദിച്ചു തരാത്തത് എന്തെല്ലാം എന്നിലുണ്ടോ അതെല്ലാം ഈ ധ്യാനത്തോടുകൂടെ അവിടെ നിന്ന് എടുത്തു മാറ്റണമേ. അത്തരത്തിൽ നിങ്ങൾ ഇന്ന് ഒഴിവാകേണ്ട അസ്വസ്ഥതകൾ ഏത് തന്നെയാണോ ഈ സമീശയുടെ കരങ്ങളിലേക്കൊന്ന് സമർപ്പിച്ച്, അത്തരത്തിൽ നമ്മൾ ഇന്ന് ഒഴിവായി പോകേണ്ട ചില സമാധാനം നമ്മൾ അനുഭവിച്ചിട്ട് ഒത്തിരി നാളുകളായി, സ്വസ്ഥതയില്ലാത്ത അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒത്തിരി നാളുകളായിട്ട് അങ്ങനെ പോകുന്നവരുണ്ട്. സമർപ്പിക്കാം, ഈശോയ്ക്ക് സമർപ്പിക്കാം, ഈശോയുടെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കാം. ദൈവത്തിൻ്റെ സ്നേഹമാണ്, ദൈവത്തിൻ്റെ പരിപാലനയാണ്, ദൈവത്തിൻ്റെ കരുതലാണ്. നമ്മളൊരു ഈശോ അറിയാത്തതായി നമ്മുടെ ജീവിതത്തിൽ ഒന്നുമില്ലെങ്കിൽ ഈശോയിലേക്ക് നമ്മളെ തന്നെ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അവൻ നമ്മളെ വഴി നടത്തും. സമർപ്പിച്ച് നിങ്ങളുടെ 3 നിയോഗങ്ങൾ ഈ സമയം ഈശോയുടെ കരങ്ങളിലേക്ക് പരിശുദ്ധ അമ്മ വഴി സമർപ്പിച്ച്, നിങ്ങളുടെ 3 നിയോഗങ്ങൾ സമർപ്പിച്ച് പരിശുദ്ധ മറിയം വഴി ഈശോയിലേക്ക് ഈ 3 ദിവസത്തെ ധ്യാനം വഴി നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ 3 ആത്മീയ ഭൗതിക നിയോഗങ്ങളെ സമർപ്പിക്കാം. ആ 3 നിയോഗങ്ങളെ പ്രതി, കർത്താവേ, എൻ്റെ ജീവിതത്തിലെ ഈ പാപത്തിൻ്റെ മേഖലയെ ഞാൻ വെറുത്തുപേക്ഷിക്കുന്നു. അത്തരത്തിൽ നിങ്ങൾക്കറിയാം തെറ്റാണെന്ന്, പക്ഷെ ഉപേക്ഷിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഏതെങ്കിലും ഒരു പാപത്തിൻ്റെ അവസ്ഥ നമ്മളിലുണ്ടെങ്കിൽ ഈശോയ്ക്ക് വാക്ക് കൊടുക്കാം. കർത്താവേ, ഈ 3 നിയോഗങ്ങളെ പ്രതി എന്നിലുള്ള ഈ തഴക്കദോഷത്തെ ഞാൻ വെറുത്തുപേക്ഷിക്കുന്നു. ഞാൻ പൂർണ്ണമായും നിൻ്റേതാകുന്നു, ഞാൻ പൂർണ്ണമായും നിൻ്റേതാകുന്നു, ഞാൻ പൂർണ്ണമായും നിൻ്റേതാകുന്നു. ഈശോയ്ക്ക് പൂർണ്ണ സമർപ്പണം നമ്മൾക്ക് ഏൽപ്പിക്കാം. പരിപൂർണ സമർപ്പണം, പരിപൂർണ സമർപ്പണം. അമ്മ വഴി പരിപൂർണ സമർപ്പണം ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് കൊടുക്കാം. നമ്മുടെ എല്ലാ അവസ്ഥകളെ സമർപ്പിക്കാം. ഈ ആലയത്തെ, ഈ ദേശത്തെ ബഹുമാനപ്പെട്ട പിതാക്കന്മാരെ, എല്ലാ വൈദികരെ, എല്ലാ സന്യസ്ത മക്കളെ, നമ്മളോടുകൂടെ ഇടത്തും വലത്തും മുന്നിലും പുറകിലും ഇരുന്ന് ധ്യാനിക്കുന്ന ഓരോ മക്കളെയും
ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. അവരുടെ നിയോഗങ്ങളും സമർപ്പിക്കാം, അവരുടെ തലമുറകളെയും സമർപ്പിക്കാം. നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മരിച്ചുപോയി ശുദ്ധീകരണ സ്ഥലത്തായിരിക്കുന്ന എല്ലാ ആത്മാക്കളെയും നമ്മൾക്ക് സമർപ്പിക്കാം. ഏതെല്ലാം അവസ്ഥകളിൽ നമ്മുടെ കുടുംബം കെട്ടപ്പെട്ട് കിടക്കുന്നുവോ, ചില ബന്ധങ്ങൾ സ്ഥാപിക്കപ്പെട്ടിട്ടില്ല, ചില ബന്ധങ്ങൾ മുറിഞ്ഞു കിടക്കുകയാണ്, മാതാപിതാക്കൾ മക്കൾ ബന്ധങ്ങൾ മുറിഞ്ഞു കിടക്കുന്ന, ചില ദാമ്പത്യ ബന്ധങ്ങൾ മുറിഞ്ഞു കിടക്കുകയാണ്, ചില സഹോദര ബന്ധങ്ങൾ മുറിഞ്ഞു കിടക്കുകയാണ്, ചേരുന്നില്ല. അത്തരത്തിലുള്ള തകർന്ന് കിടക്കുന്ന വ്യക്തിപരമായിട്ടുള്ള കുടുംബത്തിലുള്ള എല്ലാ ബന്ധങ്ങളെയും കർത്താവ് ഈ ധ്യാനം വഴി ഒന്ന് എളിമപ്പെട്ടുകൊണ്ട് സ്നേഹത്തിൽ അവരുമായിട്ട് ഒന്നാകാനുള്ള കൃപയ്ക്ക് വേണ്ടി കൂടെ ഞങ്ങൾ ഈ സമയം പ്രാർത്ഥിച്ചുകൊണ്ട് ഇരു കരങ്ങളെ ഉയർത്തി ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. അഭിഷേകത്തോടെ ഒന്ന് സ്തുതിച്ചേ. സ്വരമുയർത്തി ഒന്ന് സ്തുതിക്കേ. സ്വരമുയർത്തി സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ പരിശുദ്ധാത്മാവേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ചങ്ങലകളും ബന്ധനങ്ങളും കെട്ടുകളും അഴിയട്ടെ. പരിശുദ്ധാത്മാവേ നിറയണമേ. ദൈവസ്നേഹം ഞങ്ങളിൽ നിറയട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഞങ്ങളിൽ നിറയട്ടെ. ഞങ്ങളിലുള്ള തഴക്കദോഷങ്ങൾ, പാപത്തിൻ്റെ കെട്ടുകൾ, തിന്മയുടെ കെട്ടുകൾ അവിടെ നിന്ന് അഴിച്ചു മാറ്റണമേ. ബന്ധനങ്ങളെ അഴിച്ചു മാറ്റണമേ. എല്ലാ സാഹചര്യങ്ങളെ അഴിച്ചു മാറ്റണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ പരിശുദ്ധാത്മാവേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ പരിശുദ്ധാത്മാവേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഓ പരിശുദ്ധാത്മാവേ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഇരുകരങ്ങൾ ഉയർത്തി ശക്തിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്തി സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ നന്ദി, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ദൈവമേ നന്ദി, ദൈവമേ ആരാധന, ദൈവമേ സ്തോത്രം, ദൈവമേ മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, 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 സ്തുതി, ആരാധന, 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 മഹത്വം. ദൈവമേ സ്തുതിക്കുന്നു, 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 ആരാധിക്കുന്നു, മഹത്വപ്പെടുന്നു, നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ അലസതയുടെ, മടിയുടെ, ക്ഷീണത്തിൻ്റെ, ഉറക്കത്തിൻ്റെ, അശ്രദ്ധയുടെ, പലവിചാരത്തിൻ്റെ സകല കെട്ടുകൾ യേശുനാമത്തിൽ ഇവരെ വിട്ടുമാറട്ടെ. അശ്രദ്ധയുടെ കെട്ടുകൾ വിട്ടുമാറട്ടെ. പലവിചാരത്തിൻ്റെ കെട്ടുകൾ വിട്ടുമാറട്ടെ. അലസതയുടെ, മടിയുടെ, ക്ഷീണത്തിൻ്റെ, തളർച്ചയുടെ കെട്ടുകൾ വിട്ടുമാറി ദൈവസ്നേഹത്താൽ നിറയട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ വിശുദ്ധീകരിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ പരിശുദ്ധാത്മാവേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. വിശുദ്ധീകരിക്കപ്പെടട്ടെ, 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 വിശുദ്ധീകരിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ, 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 ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ മറിയത്തിൻ്റെ മാധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും നമ്മൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് പരിശുദ്ധമേ സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ആവേ മരിയ. ആവേ ആവേ. കരങ്ങൾ വീശി അമ്മയെ വിളിച്ചേ. ആവേ മരിയ. എഴുന്നള്ളി വരണമേ. ആവേ ആവേ. സമൂഹത്തിലേക്ക് എഴുന്നള്ളി വരണം. ആവേ മരിയ. ആമേൻ, ആമേൻ. ആവേ ആവേ. ആവേ മരിയ. ആവേ ആവേ. ആവേ മരിയ. ഒരിക്കൽ കൂടെ. ആവേ ആവേ. ആവേ മരിയ. ആവേ ആവേ. ആവേ മരിയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വലതുകരം ഉയർത്തി ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. വിശ്വാസത്തോടെ പറയട്ടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. 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 ഇരിക്കെ.
പ്രിയമുള്ളവരെ, ഇന്നത്തെ ഈ ഒരു വചന ശുശ്രൂഷയിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു 3 ദിവസത്തെ ധ്യാനത്തിലേക്ക് ഈശോയുടെ നാമത്തിൽ നിങ്ങൾ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നു. 3 ദിവസം എല്ലാം മറന്ന് ഈശോയോടുകൂടെ ആയിരിക്കാൻ ഈശോ നമ്മളെ ഒരുമിച്ച് ചേർത്തതിനെ ഓർത്ത് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. മറ്റു പല ജീവിത സാഹചര്യങ്ങളിലും ജീവിതത്തിൻ്റെ തിരക്കുകളിലുമായിരുന്നു നമ്മളെ എല്ലാ തിരക്കുകളിൽ നിന്നും വിടുവിച്ചവൻ ഈശോ മിശിഹായാണ്. അവിടെ നിന്ന് അവൻ നമ്മൾ ഈ ഒരു തലമുറ വിശുദ്ധീകരണത്തിൻ്റെ അവസ്ഥയിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവന്ന് ഈ ആലയത്തിനകത്ത് ആക്കിയിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് എന്തോ നമ്മളോട് സംസാരിക്കാനുണ്ട്, ദൈവത്തിന് നമ്മളെന്തോ വിട്ടുകൊടുക്കാനുണ്ട്. ചിലതേൽപ്പിക്കാൻ ദൈവം നമ്മളിവിടെ കൊണ്ടുവരുന്നതാണ്. നമ്മുടെ കയ്യിലുള്ളതിനെ ഏൽപ്പിക്കാൻ ഈശോ കൊണ്ടുവന്നതാണ് ഇവിടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവജനമേ, നിങ്ങൾക്ക് ആവശ്യമില്ലാത്തത് നിങ്ങളുടെ മനസ്സിലോ നിങ്ങളുടെ ജീവിതത്തിലോ ഒക്കെ ഉണ്ടെങ്കിൽ ഈശോയുടെ കരങ്ങളിലേക്ക് കൈമാറാൻ ദൈവം നിങ്ങൾക്ക് തന്ന 3 ദിവസമാണ്. അതുവഴി മറ്റു പലതും നിങ്ങളുടെ ജീവിതത്തിലൊരു വ്യത്യാസമായിട്ട് വരും എന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും കെട്ടപ്പെട്ട് കിടക്കുന്ന അവസ്ഥകൾക്ക് കാരണം നമ്മളുടേതല്ലാത്തതെന്തോ നമ്മൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് നമ്മുടെ ഉള്ളിലുള്ള വെറുപ്പിൻ്റെ, വിദ്വേഷത്തിൻ്റെ, സ്നേഹിക്കാൻ പറ്റാത്ത അവസ്ഥകളുടെയൊക്കെ എല്ലാ മേഖലകളും ഈശോയ്ക്ക് കൈമാറേണ്ട ദിവസങ്ങളാണ് ഈ 3 ദിവസം. നന്ദി പറയാം ദൈവത്തിന്. അവൻ്റെ വലിയ കരുണയാൽ ഇവിടെ ആയിരിക്കാൻ ദൈവം നമ്മളെ വിളിച്ചതിന് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കറിയാം പ്രിയപ്പെട്ടവർ, ഇത് തലമുറ വിശുദ്ധീകരണ ധ്യാനമാണ്. നമ്മുടെ മാതാപിതാക്കളുടെ അപ്പൻ്റെ അമ്മയുടെയും 2 തലമുറകളിൽ നിന്ന് മരിച്ചുപോയ എല്ലാ ആത്മാക്കൾക്കും വേണ്ടി നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കേണ്ട ധ്യാനമാണ്. ഒപ്പം നമ്മുടെ മക്കളുടെ തലമുറയ്ക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കേണ്ട ധ്യാനമാണിത്. തലമുറ എന്ന് പറയുന്നത് 2 ഉണ്ട്. ഒന്ന് കഴിഞ്ഞതും ഒന്ന് വരാനിരിക്കുന്നതും. 2ഉം തലമുറകൾ തന്നെയാണെങ്കിൽ 2ലേക്കും ദൈവത്തിൻ്റെ ശക്തി കടന്നു ചെല്ലേണ്ടത് ആവശ്യമാണ്. ഒന്ന് വിശുദ്ധീകരണത്തിനും മറ്റൊന്ന് വിശ്വാസത്തിൽ നിലനിൽക്കാനും വേണ്ടിയിട്ട് ദൈവത്തിൻ്റെ ശക്തി 2 തലമുറകളിലേക്കും കടന്നു ചെല്ലേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് നമ്മൾ ഈ ധ്യാനത്തിൽ പൂർണ്ണമായിട്ട് നമ്മൾ ശ്രവിക്കുന്നത്. അതുകൊണ്ട് ഈശോയുടെ കരങ്ങളിലേക്ക് നമ്മുടെ തലമുറകളെ സമർപ്പിക്കുമ്പോൾ നമ്മളെ തന്നെ ആദ്യം സമർപ്പിക്കണം. കാരണം 2 തലമുറകളെ റെപ്രസെൻ്റ് ചെയ്യുന്നവരാണ് ഞാൻ നിങ്ങളും. വരാനിരിക്കുന്ന തലമുറകളെയും കഴിഞ്ഞ തലമുറകളെയും പ്രതിനിധീകരിച്ച് നമ്മൾ ഈ ധ്യാനത്തിന് വന്നിരിക്കുമ്പോൾ നമ്മളിലൂടെയാണ് 2 തലമുറകളിലും ദൈവത്തിനൊരു വിശുദ്ധീകരണം സാധ്യമാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈശോയുടെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ സമർപ്പിക്കുമ്പോൾ പ്രിയമുള്ള ദൈവജനമേ, അപ്പൻ്റെ അമ്മയുടെയും 2 തലമുറകളിൽ നിന്ന് മരിച്ചുപോയ എല്ലാ വ്യക്തികളുടെ ആത്മാക്കളെ ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ശുദ്ധീകരണ സ്ഥലത്തായിരിക്കുന്ന എല്ലാ ആത്മാക്കളെ സമർപ്പിക്കാം, നമ്മളെ സമർപ്പിക്കാം. നമ്മുടെ വരാനിരിക്കുന്ന തലമുറകൾ, നമ്മുടെ മക്കൾ, ആ ഒരു തലമുറകളെ കൂടെ ഈശോയുടെ കരങ്ങളിലേക്ക് ഈ ധ്യാനത്തിലൂടെ നമുക്ക് സമർപ്പിക്കാം. ഈ ധ്യാനം നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഞാൻ പറഞ്ഞില്ലേ, ചില കെട്ടുകൾ, ചില ചങ്ങലകൾ അഴിയണമെങ്കിൽ പ്രിയമുള്ളവരെ ചില വിശുദ്ധീകരണം ആവശ്യമുണ്ട്. ആ വിശുദ്ധീകരണം ചിലത് നമ്മൾക്ക് അറിയാവുന്നതുണ്ട്. അത് നമ്മൾ വിശുദ്ധ കുമ്പസാരത്തിൽ ഏറ്റുപറഞ്ഞ് നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ട് ഒരുങ്ങിയിരിക്കുന്നുണ്ട്. ചില വിശുദ്ധീകരണങ്ങൾ നമ്മൾ അറിയാത്തതുണ്ട്. നമ്മുടെ തലമുറയിൽ നിന്ന് മരിച്ചുപോയവർ, പാപത്തിൽ മരിച്ചുപോയ വ്യക്തികളുടെ ആത്മാക്കൾ. അപ്പോൾ അങ്ങനെയുള്ളത് കയറിപ്പോയിട്ടുണ്ട്. നമ്മൾ യേശുവിൻ്റെ സ്വർഗത്തിൻ്റെ സന്നിധിയിലേക്ക് അവരെത്തപ്പെടാത്തത് മൂലം അവരുടെ പ്രാർത്ഥന ആഗ്രഹിക്കുന്നുണ്ട് നമ്മളിൽ നിന്ന്. അങ്ങനെയുള്ളപ്പോൾ നമ്മുടെ പ്രാർത്ഥനകളിൽ ഒരു വിഹിതം അവർ കൊണ്ടുപോകും. നമ്മൾ മറ്റു പല നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും അതിലൊരു വിഹിതം ഈ തലമുറകൾ ഏറ്റെടുക്കുന്നുണ്ട്. അതിനാൽ തന്നെ സ്വയമേവ അവറ്റകൾക്ക് അത് ഏറ്റെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ പല കാര്യങ്ങളും ബ്ലോക്കായി കിടക്കും. ചില കാര്യങ്ങൾ, ചില ഇൻറ്റൻഷൻസ് വർഷങ്ങളായിട്ട് ഇങ്ങനെ ബ്ലോക്കായി കിടക്കും. വർഷങ്ങളായിട്ട് ഒരു വീട് വയ്ക്കാൻ സാധിക്കുന്നില്ല. വർഷങ്ങളായിട്ട് ഒരു ജോലിക്ക് വേണ്ടി ട്രൈ നിലനിൽക്കുന്നില്ല. ചെയ്യുന്ന ജോലിയിൽ നിലനിൽക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ നിത്യം ഒരു തടസ്സം നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അതിനൊരു പരിധിവരെ നമ്മുടെ വിശുദ്ധീകരണമല്ല. അപ്പോൾ നമ്മൾ ചിന്തിക്കും, ആരോടും ഒരു ദ്രോഹവും ചെയ്യുന്നില്ല, എന്നിട്ട് എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെ എന്ന് നമ്മൾ ചിന്തിക്കുന്നിടത്ത് ഒന്ന് മാറ്റി ചിന്തിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു ധ്യാനം. അത്രയേ ഉള്ളൂ ധ്യാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് ഒന്ന് ഓർമ്മപ്പെടുത്തുക. അത്രയാണ് ഈ ധ്യാനം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിൽ കൂടുതലൊന്നുമില്ല ഇവിടെ. അപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ ആത്മാവിനെ സ്വർഗത്തിലെത്തിക്കുക എന്ന് പറയുന്നത് ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ നമ്മളുടെ ഉത്തരവാദിത്വമാണ്. അപ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവർക്ക് വേണ്ടി ചെയ്യുന്ന പരിഹാര പ്രവൃത്തികളും അവർക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന പ്രാർത്ഥനകളിലൂടെയും അവർക്ക് വേണ്ടി നമ്മൾ എന്തെല്ലാം വിട്ടുകൊടുത്ത് ഏതെല്ലാം രീതിയിൽ അവരെ നമ്മൾ ഒരുക്കുന്നുവോ അതെല്ലാം നമ്മളിലേക്ക് തന്നെ തിരിച്ചു വരുന്ന ഒരു പ്രാർത്ഥനാ രീതിയാണ്. അതുകൊണ്ട്
തലമുറ വിശുദ്ധീകരിക്കപ്പെടണമെങ്കിൽ ആദ്യമേ അത് എന്നിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം എനിക്കാണ് അതിനെക്കുറിച്ചൊരു ബോധ്യം കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എന്നിൽ നിന്ന്, നമ്മൾ ഓരോരുത്തരിൽ നിന്ന് അത് സ്റ്റാർട്ട് ചെയ്യണം. കാരണം നമുക്കതിനെക്കുറിച്ചൊരു ബോധ്യം ദൈവം തന്നു. അപ്പോൾ നമ്മളാണ് ഇതിനെ രണ്ടിനെയും വിശുദ്ധീകരിക്കാൻ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തു, അത്രയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ ധ്യാനം നിങ്ങൾ ധ്യാനിക്കുകയല്ല, നിങ്ങളൊരു പ്രാർത്ഥനയായിട്ട് സമർപ്പിക്കുക. ദിവസങ്ങളിൽ നിങ്ങൾ സാധിക്കുന്നതും ശബ്ദതയിലായിരിക്കാൻ ശ്രദ്ധിക്കുക. സൈലൻസ് നിങ്ങൾ കീപ്പ് ചെയ്താൽ കുറേ കൂടെ നല്ലതാണ്. നിങ്ങളുടെ ഈ ധ്യാനം എന്ന് പറയുമ്പോൾ അതിൽ തന്നെ ഒരു സൈലൻസ് ഉണ്ട്. അതേത് നമ്മളിപ്പോൾ ഇവിടെ ഒത്തിരി സ്തുതിക്കുകയും ഒക്കെ ചെയ്താലും നമ്മളുടെ ആത്മാവ് ദൈവവുമായിട്ടുള്ള ഒരു ബന്ധം കീപ്പ് ചെയ്യുന്നതിനെയാണ് ഞാൻ സൈലൻസ് എന്ന് ഉദ്ദേശിച്ചത്. അങ്ങനെ ഒരു സൈലൻസിൽ നിങ്ങൾ പോകുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് 3-ാം ദിവസം നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇവിടെ നിങ്ങൾ എത്തുന്നത് വരെ നിങ്ങൾക്ക് കുറേ അസ്വസ്ഥതകളും എന്തെങ്കിലും കുറിച്ചുള്ള ആകുലതകളോ ടെൻഷനൊക്കെ ഉണ്ടായിട്ടുണ്ടാകാം. പ്രിയമുള്ളവരെ, ഇപ്പോൾ നിങ്ങളിവിടെ എത്തി. ഇവിടെ ഞാൻ മാത്രമല്ല ധ്യാനിപ്പിക്കുന്നത്. ഈ ആലയത്തിൽ ഒത്തിരി ബഹുമാനപ്പെട്ട വൈദികരും സിസ്റ്റേഴ്സും മറ്റു പല ധ്യാന ഗുരുക്കന്മാരും ഒക്കെ ധ്യാനിപ്പിക്കുന്ന ഒരു സെൻറ്ററാണ്. അപ്പോൾ നിരന്തരം വചനം പ്രഘോഷിക്കപ്പെടുന്ന ഒരാലയമാണിത്. അതുകൊണ്ട് തന്നെ ആ ഒരു വൈബിനകത്തേക്കാണ് ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ആ ഒരു വൈബിനകത്താണ് നിങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന സൗഖ്യവും വിടുതലും ഞാൻ പ്രസംഗിച്ചതുകൊണ്ട് മാത്രമല്ല, ഓൾറെഡി ഈ ആലയത്തിൻ്റെ ഒരു അഭിഷേകം നിങ്ങളിലേക്ക് ക്രെഡിറ്റ് ആവുന്നുണ്ട്. നിങ്ങൾ ചോദിച്ചാൽ ഇല്ലെങ്കിലും ആ ഒരു ആലയത്തിൻ്റെ സംരക്ഷണവും ആലയത്തിൻ്റെ അഭിഷേകവും നിങ്ങളിലേക്ക് കടന്നു വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് സൗജന്യമായി ദൈവം തന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്തേക്ക് നിങ്ങൾ കടന്നു വന്നപ്പോഴേ നിങ്ങളുടെ കുറേ കാര്യങ്ങളിൽ പല ധ്യാനങ്ങൾ നടക്കുന്ന സെൻറ്ററാണിത്. വിടുതൽ ധ്യാനങ്ങളും ആന്തരിക സൗഖ്യ ധ്യാനങ്ങളും മറ്റ് പ്രബോധനങ്ങളൊക്കെ നടക്കുന്ന സെൻറ്ററാണ്. സിസ്റ്റേഴ്സിൻ്റെ ധ്യാനങ്ങളും മറ്റും ഒത്തിരി ധ്യാനങ്ങൾ ഇവിടെ നടക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു അഭിഷേകത്തിൻ്റെ തലത്തിലാണ് നമ്മളിപ്പോൾ ഇവിടെ ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ എല്ലാത്തിൻ്റെയും അവകാശം നിങ്ങൾ ഈ ദിവസങ്ങളിൽ ക്ലെയിം ചെയ്ത് സ്വീകരിച്ച് നിങ്ങൾ മടങ്ങാൻ ശ്രമിക്കുക. ക്ലെയിം ചെയ്ത് സ്വീകരിക്കുക. പ്രിയമുള്ള ദൈവജനമേ, അതുകൊണ്ട് ഈ ധ്യാനത്തിൽ നിങ്ങൾ പങ്കെടുക്കുകയല്ല, ഞാൻ വീണ്ടും പറയുകയാണ്, ഈ ധ്യാനത്തിൽ നിങ്ങൾ പങ്കെടുക്കുകയല്ല, നമ്മൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നു, അത്രയേ ഉള്ളൂ. ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥയിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവന്നു. ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഇവിടെ കഴിക്കുന്ന ഭക്ഷണങ്ങളും ഇവിടെ ചൊല്ലുന്ന പ്രാർത്ഥനകളും ഇവിടുത്തെ എല്ലാം പ്രിയമുള്ളവരെ പ്രാർത്ഥനാപൂർവം വിശുദ്ധിയോടുകൂടെ നിങ്ങളായിരിക്കുക. നിങ്ങൾ കിടക്കുന്ന മുറികളും നിങ്ങളോട് കൂടെ ആയിരിക്കുന്ന റൂംമേറ്റ്സിനെ എല്ലാം ഒത്തിരി നിങ്ങൾ പരിചയപ്പെടാനോ ഒത്തിരി അവരുമായിട്ട് സൗഹൃദം പുലർത്താനോ ഒന്നിനും നിങ്ങൾ നിൽക്കരുത്. നിങ്ങളുടെ ബന്ധം ഈശോയും സ്വർഗവും മാത്രമായിട്ട് ഈ ദിവസങ്ങളിൽ ചുരുങ്ങണം. ബാക്കിയുള്ള സമയങ്ങളിൽ നിങ്ങൾ ജപമാലയും പ്രാർത്ഥനയും മാത്രമായിട്ട് മുന്നോട്ട് പോകണം. മറ്റൊന്നിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കരുത്. മറ്റൊന്നിലേക്ക് നിങ്ങൾ ആരുടെയും കാര്യങ്ങളിൽ, വ്യക്തിപരമായിട്ട് ആരുടെയും കാര്യത്തിൽ നിങ്ങൾ തലയിടരുത്. ഈശോയ്ക്ക് നിങ്ങളുടെ കാര്യത്തിൽ തലയിടാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മറ്റു കാര്യങ്ങളിൽ വ്യാപൃതരായിരുന്നാൽ പ്രിയപ്പെട്ട ദൈവജനമേ, തമ്പുരാന് നിങ്ങളിൽ ഇടപെടാൻ തടസ്സമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളിൽ തന്നെ ഒരു പുതിയൊരു അവസ്ഥ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുകയാണ് ഈ ധ്യാനത്തിലൂടെ. നന്ദി പറയാം ഈശോയ്ക്ക്. ഇവിടെ എത്തിച്ച ദൈവത്തിൻ്റെ പരിപാലനയ്ക്കും പദ്ധതിക്കും ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇത് തലമുറ വിശുദ്ധീകരണ ധ്യാനം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം അതിൻ്റെ 9-ാം അധ്യായം, മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളാണ് നമ്മൾ ഇന്ന് ആദ്യമേ ധ്യാനിക്കുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 9-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ ആദ്യമേ ധ്യാനിക്കുക. പ്രിയമുള്ളവർ, ഈ ധ്യാനത്തിൽ ആദ്യത്തെ ടോക്കാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധയോടുകൂടെ നിങ്ങളായിരിക്കുക. മത്തായിയുടെ സുവിശേഷം നമുക്കറിയാം പ്രബോധനങ്ങളാണ്. ഈശോ ലോകത്തോട് കൊടുത്തത് പ്രബോധനങ്ങൾ. ആ സുവിശേഷകനിലൂടെ സ്വർഗം വെളിപ്പെടുത്തിയ പ്രബോധനങ്ങളിലൊന്നാണ് നമ്മളിന്ന് വായിക്കുന്ന രോഗസൗഖ്യത്തിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കുന്ന ഒരു പ്രബോധനത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഈശോ അവിടെ ഒരു തളർവാദ രോഗിക്ക് സൗഖ്യം കൊടുക്കുന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. പ്രിയപ്പെട്ട ദൈവജനമേ, ഒരു തളർവാദ രോഗിയെ കുറേ പേര് കൊണ്ടുവരുമ്പോഴാണ് കർത്താവ് അവിടെ സൗഖ്യം കൊടുക്കുന്നത്. ഇത് തന്നെയാണ് ഈ ധ്യാനത്തെക്കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നമ്മൾ ഈശോയുടെ അടുത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്ന തലമുറകളെന്ന് പറയുന്ന തളർവാദ രോഗികളാണ് ഈ ധ്യാനത്തിൽ ഈശോ നമ്മളിൽ നിന്ന് സ്വീകരിക്കുന്ന ബലി എന്ന് പറയുന്നത്. ഈ ധ്യാനത്തിലേക്ക് ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാൻ ദൈവം നമ്മുടെ കരങ്ങളിൽ വെച്ച് തന്ന, അല്ലെങ്കിൽ ദൈവത്തിന് കൊടുക്കാൻ നമ്മൾ വെച്ച് കൈമാറുന്ന ഒരു ഗ്രൂപ്പിനെയാണ്, നമ്മളൊരു ഗ്രൂപ്പിനെ തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുന്ന ശുശ്രൂഷയാണ് ഈ ധ്യാനം. അതുകൊണ്ട് ഈ ധ്യാനത്തിൽ നിങ്ങൾ സമർപ്പിക്കേണ്ട വ്യക്തിത്വങ്ങളുണ്ട്. നമ്മുടെ കുടുംബത്തിൽ
ഏറ്റവും പ്രായമെത്തി ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളെ, ഏറ്റവും ലാസ്റ്റ് ജനറേഷൻ എന്ന് പറയുന്ന കുഞ്ഞുമക്കളെയും നമ്മൾ ഈ ധ്യാനത്തിൽ പരിശുദ്ധ മറിയം വഴി ഈശോയുടെ കരങ്ങളിലേക്ക് നമ്മൾ സമർപ്പിക്കുക. ഇവിടെയും ഈശോ തോണിയിൽ നിന്നിറങ്ങി പ്രിയപ്പെട്ട ദൈവജനമേ ജനക്കൂട്ടത്തിനിടയിലേക്ക് കടന്നു ചെല്ലുമ്പോഴാണ് ഈ തളർവാദ രോഗിയുമായിട്ട് കർത്താവ് മീറ്റ് ചെയ്യുന്നത്. ദൈവത്തിൻ്റെ പരിപാലനയും ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ കരുണയും നമ്മൾ ചിന്തിക്കുക. പ്രിയമുള്ളവരെ, ഇത് എനിക്ക് അവകാശപ്പെട്ടത്, നിങ്ങൾക്ക് അവകാശപ്പെട്ടത്, ഞാൻ അനുഭവിക്കേണ്ടത്, എനിക്ക് അനുഗ്രഹങ്ങൾ വാങ്ങി തരേണ്ടത്, എനിക്ക് അനുഗ്രഹങ്ങൾ നേടിയെടുക്കേണ്ടത് എന്നുള്ള തലത്തിൽ നിന്ന് എൻ്റെ തലമുറകളിലേക്ക് നാളെ ഞാൻ ഈ ലോകം വിട്ടുപിരിയുമ്പോൾ എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് എൻ്റെ ആത്മാവ് ചെന്ന് ചേരുന്നതിന് തടസ്സമായി നിൽക്കുന്ന ഏതെല്ലാം മേഖലകൾ എൻ്റെ കുടുംബത്തിൽ, എൻ്റെ തലമുറകളിലുണ്ടോ, ഇതിനെയെല്ലാം വിശുദ്ധീകരിക്കാൻ വേണ്ടി ദൈവത്തിന് ഞാൻ കൊടുക്കുന്നതാണ് പ്രിയമുള്ള ദൈവജനമേ, അല്ലെങ്കിൽ ദൈവം എനിക്ക് തരുന്നൊരു ഓഫറാണ് എൻ്റെ ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ജീവിത കാലഘട്ടത്തിൽ ഞാൻ കമ്മിറ്റ് ചെയ്തിരിക്കുന്ന ചില പാപത്തിൻ്റെ ചങ്ങലകൾ എന്നോടുകൂടെ ഉണ്ട്. ഒരു ദിവസം ഞാൻ ഒരു പാപം ബോധപൂർവം ചെയ്യുമ്പോൾ ഈ ദിവസത്തെ ഞാൻ സാത്താന് ഡെഡിക്കേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരു ദിവസം ഒരു പാപം ബോധപൂർവം ഞാൻ ചെയ്യുമ്പോൾ എൻ്റെ ആ ഒരു ദിവസത്തെ ഞാൻ സാത്താന് ഡെഡിക്കേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിൽ എത്ര പ്രാർത്ഥനകൾ ഞാൻ ചൊല്ലിയാലും, എത്ര പുണ്യപ്രവൃത്തികൾ ഞാൻ ചെയ്താലും, ഒരു പാപം ബോധപൂർവം അത് പാപമാണെന്നുള്ള പൂർണ്ണ ബോധ്യത്തോടുകൂടെ ഞാനത് ചെയ്തതിന് ശേഷം എൻ്റെ പ്രാർത്ഥനകളുടെ പങ്കിനേക്കാൾ അവിടെ ദൈവത്തിന് എൻ്റെ ആത്മാവിനെ സ്വീകരിക്കുക എന്ന് പറയുന്ന അവസ്ഥയേക്കാൾ ഈ ഒരു ദിവസത്തെ പൂർണ്ണമായും ഞാൻ സാത്താനെ ഏൽപ്പിക്കുകയാണ്, അവനെ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്തു. എൻ്റെ ഒരു ദിവസം ഇങ്ങനെ നിങ്ങളൊന്ന് എടുത്തു നോക്കിയേ, നിങ്ങളുടെ ജീവിതത്തിൽ ബോധപൂർവം വന്നിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ചെയ്തിരിക്കുന്ന, ഞാനും നിങ്ങളും ചെയ്തിരിക്കുന്ന ചില പാപങ്ങൾ എല്ലാ ദിവസവും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ദിവസത്തെ പൂർണ്ണമായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഏതവസ്ഥയിലേക്കാണ്? നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പോലും 1 മണിക്കൂർ പ്രാർത്ഥിച്ചാൽ അതിൽ 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 3 മിനിറ്റോ മറ്റോ ദൈവത്തിന് കിട്ടിയാൽ കിട്ടി. ബാക്കിയുള്ളതെല്ലാം പല വിചാരങ്ങൾ നമ്മുടെ പ്രാർത്ഥനകൾ ഏറ്റെടുത്ത് പല വഴിക്ക് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ പാപം ചെയ്യുമ്പോൾ അതിനകത്ത് പല വിചാരമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ മാത്രമേ എനിക്ക് പല വിചാരമുള്ളൂ. ഞാൻ ചെയ്യുന്ന പാപത്തിൽ എനിക്കൊരിക്കലും പല വിചാരമില്ല. ഒരു വ്യക്തിയെ ഞാൻ ദ്രോഹിക്കുമ്പോഴോ മറ്റൊരുവന് ഞാൻ തിന്മ വരുത്താൻ എന്താ പറയുക ഇച്ഛിക്കുമ്പോഴോ എന്നിൽ പല വിചാരമില്ല. എന്നിൽ ഒരു തിന്മ കടന്നു വരുന്ന സമയത്ത്, ഒരു മാരക പാപത്തിലേക്ക് ഞാൻ ചേരുന്ന സമയത്ത് എനിക്ക് പല വിചാരമില്ല. എൻ്റെ മനസ്സവിടെ എന്താ പറയുക ഡൈവേർട്ടഡ് ആകുന്നില്ല. ഫുൾ കോൺസെൻട്രേറ്റ് ചെയ്ത് തന്നെയാണ് ഞാൻ പാപം ചെയ്യുന്നത്. പക്ഷേ ഈ പാപം ഫുൾ കോൺസെൻട്രേറ്റ് ചെയ്ത് ഞാൻ ചെയ്തു. പക്ഷേ ഇതേ ഞാൻ തന്നെ ഒത്തിരി പ്രാർത്ഥിക്കേണ്ട ഞാൻ ആ പ്രാർത്ഥനകളിൽ പല വിചാരം കടന്നു വരുന്നുണ്ട്. ആ പ്രാർത്ഥനകളിൽ അശ്രദ്ധയുണ്ട്, ആ പ്രാർത്ഥനകളിൽ വിശ്വാസക്കുറവുണ്ട്. പക്ഷേ ഞാൻ ചെയ്യുന്ന പാപത്തിൽ പല വിചാരമില്ല. ഞാൻ ചെയ്യുന്ന പാപത്തിൽ എനിക്ക് സാത്താൻ തന്ന അവസരത്തിൽ എനിക്ക് വിശ്വാസക്കുറവില്ല. അവിടെ എനിക്കൊരു സുരക്ഷിതത്വമുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഏതിനാണ് മുൻതൂക്കം വന്നിരിക്കുന്നത്? ഒരു ദിവസത്തിൽ ഞാൻ ചെയ്ത പാപമല്ലേ ഏറ്റവും നല്ല രീതിയിൽ ഞാൻ ചെയ്തു എന്നെനിക്ക് പറയാൻ പറ്റുന്നത്? പാപമാണെങ്കിൽ ആ ഒരു ദിവസം ഞാൻ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് സാത്താനാണ്, ദൈവത്തിനല്ല. ആമേൻ, ഹല്ലേലൂയ. പക്ഷെ നമ്മൾ പ്രാർത്ഥനയുടെ മറപിടിച്ച് ഈ പാപത്തെ നമ്മൾ മറക്കാൻ ശ്രമിക്കുകയാണ് പലപ്പോഴും ചെയ്യുന്നത്. ഇങ്ങനെ നമ്മളിൽ പാപം കുമിഞ്ഞുകൂടുന്നുണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ അറിയുന്നില്ല. ഇങ്ങനെ നമ്മളിൽ ഈ പാപത്തിൻ്റെ തലം ബോധപൂർവം ചെയ്ത ചില പാപങ്ങളുടെ ആ ഒരു നെഗറ്റീവ് സ്പിരിറ്റ് നമ്മളിൽ ഇതിങ്ങനെ ചാർജ് എടുത്ത് നമ്മളൊരു അവസ്ഥയിലേക്ക് ഇത് കൊണ്ടുവന്ന് എത്തിക്കുന്നുണ്ട്. ഇതാണ് നമ്മൾ പലപ്പോഴും ബോധപൂർവ്വം ഒരൊറ്റ കുമ്പസാരത്തിൽ നമ്മൾ ഏറ്റു പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. കുമ്പസാരത്തിൽ നമ്മളത് ഏറ്റു പറഞ്ഞു, പാപമോചനം വാങ്ങി ഞാനിപ്പോൾ ഓക്കെയാണ് എന്ന് സ്വയം ആശ്വസിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തിയാലും നമ്മളൊന്നും പറഞ്ഞിട്ടില്ല. നമ്മളവിടെ ഒരനുതാപത്തിലല്ല ആ വിശുദ്ധ കുമ്പസാരം നടത്തിയത്. പാപം ചെയ്യാൻ കാണിച്ച ഉത്സാഹം കുമ്പസാരിച്ചപ്പോൾ കണ്ണുനീരായിട്ട് പുറത്തു വന്ന് നമ്മൾ കുമ്പസാരിച്ചത് വല്ലപ്പോഴും ഒന്നുണ്ടെങ്കിലേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ. ബാക്കിയുള്ള സമയത്തെല്ലാം ബോധപൂർവം വിശ്വാസത്തോടെ താല്പര്യത്തോടെ ചെയ്തത് പ്രാർത്ഥനയല്ല, പാപമാണ്. അതുകൊണ്ട് ഒരു മനുഷ്യൻ്റെ ആയുസ് എടുത്താൽ അവനിൽ ഭൂരിഭാഗവും കിടക്കുന്നത് പ്രാർത്ഥനയുടെ അവസ്ഥയല്ല,
പാപത്തിൻ്റെ തലമാണ് എന്നെയും നിങ്ങളെയൊക്കെ എടുത്ത് കർത്താവ് ഒന്ന് എന്താ പറയുക, ഒരു തട്ടിലിരുത്തി ഒന്ന് തൂക്കി നോക്കിയാൽ അതിലേറ്റവും കൂടുതൽ നമ്മളിലുണ്ടാകുന്നത് പാപം തന്നെയാണ്. കാരണം ബോധപൂർവം ചെയ്യുന്നത് പാപമാണ്. പ്രാർത്ഥന ഒരിക്കലും നമ്മൾ ബോധപൂർവം ചെയ്തു എന്ന് നമുക്ക് അവകാശപ്പെടാൻ പറ്റില്ല. കാരണം അതിൽ പല വിചാരമുണ്ട്, അതിൽ അശ്രദ്ധയുണ്ട്. അതിൽ നമ്മൾ ഒരു പ്രാർത്ഥന ചെല്ലുമ്പോൾ ആരെങ്കിലും വിളിച്ചാൽ നമ്മൾ എഴുന്നേറ്റ് പോയി അത് ചെയ്തു കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ വിളി നമ്മൾ ശ്രവിക്കുന്നുണ്ട്. അവിടെ പോലും പൂർണ്ണതയിൽ പ്രാർത്ഥിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു ബലി പോലും നമ്മൾ പൂർണ്ണതയിൽ അർപ്പിച്ചിട്ടില്ല. പക്ഷേ പാപത്തിൽ അതല്ല, നമ്മൾ ആ സമയം മറ്റൊന്നിലും നമ്മൾ എൻഗേജ്ഡ് ആകുന്നില്ല. ആ സമയം മറ്റെന്തെങ്കിലും ഒരു ആവശ്യം വന്നാലും നമ്മൾ കണ്ടില്ല എന്ന് വയ്ക്കും. ആ സമയം ഒരു കോള് വന്നാലും ആ വിളി നമ്മൾ കേൾക്കില്ല. ഇതാണ് പാപത്തിൽ നമ്മളിലുള്ള സ്വാധീനം എന്ന് പറയുന്നത്. ഈ സ്വാധീനം നമ്മളിലുള്ളപ്പോഴാണ് നമ്മൾ മരിക്കുമ്പോൾ നമ്മുടെ മക്കൾക്ക് നമ്മൾ തലവേദനയാകുന്നത്, നമ്മുടെ തലമുറയ്ക്ക് നമ്മൾ തലവേദനയാകുന്നത്. കാരണം ഏറ്റുപറഞ്ഞ് വിശുദ്ധ കുമ്പസാരം നടത്തി ഉപേക്ഷിച്ച പാപങ്ങളുടെ എണ്ണം പ്രിയമുള്ളവരെ വളരെ ചുരുക്കമേ ഉണ്ടാവുകയുള്ളൂ. ഏറ്റുപറയാത്തതും വിശുദ്ധീകരിക്കപ്പെടാത്തതുമായിട്ടുള്ള പാപ അവസ്ഥകളോടുകൂടെയാണ് പലപ്പോഴും നമ്മൾ ഈ ലോകം വിട്ടു പിരിയുന്നത്. ഇത് തന്നെയല്ലേ നമ്മുടെ തലമുറകളിലുള്ളവരിൽ വന്നിരിക്കുന്നതെങ്കിൽ അതിൻ്റെ ഒരു ബാക്കി പത്രം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് നമ്മളിലും നിലനിൽക്കുന്നുണ്ട്. ആമേൻ, ഹല്ലേലൂയ. അഭിഷേകത്തോടെ വലതുകര ഉയർത്തി എന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാണ് പാപത്തിൻ്റെ തലം. ഈ തലം നമ്മളിലുണ്ട് എന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട ദൈവജനമേ, ഒരിക്കലും നമ്മുടെ പ്രാർത്ഥനകൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്തുന്നില്ല. കാരണം പ്രാർത്ഥനയിൽ നൂറുമേനിയില്ല, പാപത്തിൽ നൂറുമേനിയുണ്ട്. പ്രാർത്ഥനയിൽ നമ്മൾ ഫുൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല, പാപത്തിൽ നമ്മൾ ഫുൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ പാപത്തിന് എതിരെ ഈശോ പറഞ്ഞ കൽപ്പനയാണ്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. ഹല്ലേലൂയ. നമ്മൾ 10 കൽപ്പന നിങ്ങൾ എടുത്തു നോക്കിക്കോ. മോശയിലൂടെ സ്വർഗം മനുഷ്യ മക്കൾക്ക് നൽകിയ 10 കൽപ്പന. ദിവസവും നമ്മൾ 10 കൽപ്പനയിൽ ലംഘിക്കുന്നില്ല. ദിവസവും നമ്മൾ ഈ കൽപ്പനകൾ എല്ലാ ദിവസവും, ഇപ്പം ഞാൻ എല്ലാ ദിവസവും 1-ാം പ്രമാണം ലംഘിച്ചു എന്നെനിക്ക് പറയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ കൽപ്പന നമുക്ക് കീപ്പ് ചെയ്യാനുള്ള സാഹചര്യം വരുമ്പോൾ ആ കൽപ്പന തെറ്റിക്കാതിരുന്നാൽ മാത്രം മതി. 24 മണിക്കൂർ ഞാനത് ഹോൾഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ കൽപ്പനകൾ സ്വർഗം എനിക്ക് തന്നിട്ടുണ്ടെങ്കിലും 24 മണിക്കൂർ ഇൻറ്റു 7 ഞാൻ ഈ കൽപ്പന ഇങ്ങനെ കൊണ്ടു നടക്കേണ്ട ആവശ്യം എനിക്ക് വരുന്നില്ല. പക്ഷേ ഈശോ പറഞ്ഞ കൽപ്പന, ഞാൻ നിന്നെ സ്നേഹിച്ചതുപോലെ നീ പരസ്പരം സ്നേഹിക്കണം എന്ന് പറഞ്ഞ കൽപ്പന, അത് ഡേ ബൈ ഡേ, ഓരോ മിനിറ്റ് ബൈ മിനിറ്റിൽ ഞാൻ കീപ്പ് ചെയ്യേണ്ട കൽപ്പനയാണ്. ഏറ്റവും ബുദ്ധിമുട്ടുള്ള കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക എന്നുള്ളതാണ്. മോശയ്ക്ക് സ്വർഗം കൊടുത്ത കൽപ്പന പാലിക്കാൻ എളുപ്പമാണ്. ഞാൻ വ്യഭിചാരം ചെയ്യാൻ പോകുന്നു, അപ്പോൾ ഞാൻ ആ കൽപ്പനയെക്കുറിച്ച് ഓർത്തു, ഞാൻ വ്യഭിചാരം ചെയ്തില്ല. 1-ാം പ്രമാണം ലംഘിക്കാൻ ഞാൻ പോകുന്നു, അപ്പോൾ ഞാൻ ആ കൽപ്പനയെക്കുറിച്ച് ഓർത്തു, ഞാൻ ലംഘിക്കുന്നില്ല. പിന്നീട് ഞാനിത് ആലോചിക്കുന്നില്ല. വീണ്ടും ഈ ഒരു പാപ സാഹചര്യം വരുമ്പോഴേ ഈ കൽപ്പന ഞാൻ പാലിച്ചു എന്ന് ദൈവത്തോട് പറയേണ്ടി വരുന്നുള്ളൂ. പക്ഷേ ഈശോ പറഞ്ഞ കൽപ്പനയുടെ പ്രത്യേകത, ഞാൻ നിങ്ങളെ സ്നേഹിച്ചത് വല്ലപ്പോഴുമല്ല, ഞാൻ നിന്നെ സ്നേഹിച്ചുകൊണ്ടിരിക്കുക. ഞാൻ നിന്നെ സ്നേഹിച്ചതുപോലെ നീ പരസ്പരം സ്നേഹിക്കണമെന്ന് പറഞ്ഞാൽ, ഞാൻ എല്ലാ സമയവും മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ അവരെ സ്നേഹിച്ചുകൊണ്ട് കടന്നു പോകണം എന്ന് പറയുന്ന ദൈവത്തിൻ്റെ കൽപ്പന, അത് പാലിക്കാനാണ് പ്രിയപ്പെട്ടവരെ ഏറ്റവും ബുദ്ധിമുട്ട്. 10 കൽപ്പന പാലിക്കാൻ നമുക്ക് എളുപ്പമാണ്. കാരണം അതെനിക്ക് വേണ്ടാന്ന് വെച്ചാൽ വേണ്ട. പക്ഷെ ദൈവം പറയുന്നു സ്നേഹിക്കണമെന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. എൻ്റെ മുന്നിൽ വരുന്നത് എല്ലാം എനിക്ക് സ്നേഹിക്കാൻ പറ്റിയ വ്യക്തിത്വങ്ങളല്ല. എനിക്കൊന്ന് ദേഷ്യം കാണിക്കാനുള്ളവരും എൻ്റെ മുന്നിൽ എല്ലാ ദിവസവും കടന്നു വരുന്നുണ്ടെങ്കിൽ ഈശോ പറഞ്ഞ കൽപ്പന പാലിക്കുക എന്ന് പറയുന്നതാണ് അപ്പം കൊടുത്ത കൽപ്പനയേക്കാൾ ബുദ്ധിമുട്ടേറിയത്. കാരണം ഈ കൽപ്പന പാലിക്കണമെങ്കിൽ എതിർവശത്ത് നിൽക്കുന്നത് ഏത് വ്യക്തിത്വമാണെങ്കിലും അവരിലെല്ലാം ഈശോയുടെ മുഖം കാണാൻ എനിക്ക് പറ്റണം. ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ, വിശ്വാസത്തോടെ ഹല്ലേലൂയ. ഇതാണ് കൽപ്പന, ദൈവം നമുക്ക് തന്ന കൽപ്പന. ഈ കൽപ്പന നമ്മുടെ തലമുറകളിൽ എത്ര പാലിക്കപ്പെട്ടിട്ടുണ്ട്, ഈ കൽപ്പന നമ്മുടെ തലമുറകളിൽ എത്ര അവർ പാലിച്ചിട്ടുണ്ട്, അതിനോട് എത്ര നീതി പുലർത്തിയിട്ടുണ്ട്.
ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ധ്യാനത്തിൽ കേൾക്കുന്നത്. ഞാൻ പറഞ്ഞില്ല, ഇതിനെക്കുറിച്ചാണ് ധ്യാനത്തിൽ നമ്മൾ കേൾക്കുന്നത്. നമ്മൾ ചെയ്ത ഉത്തരവാദിത്വത്തോടെ നമ്മൾ ചെയ്ത പ്രാർത്ഥനകൾ എത്രയുണ്ടെന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. ഒരു ജപമാല നമ്മൾ ചൊല്ലുമ്പോൾ 59 തവണ നമ്മളതിൽ നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലുന്നുണ്ട്. 53 തവണ. പ്രിയപ്പെട്ട ദൈവജനമേ, ഈ 53ലും നമ്മൾ നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലിയിട്ടുണ്ടെങ്കിൽ അതിലെത്ര ആഴത്തിൽ വിശ്വാസത്തോടെ ശ്രദ്ധയോടെ ഞാൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതിനെ നിങ്ങളെടുത്താൽ മൊത്തം ചൊല്ലിയ നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ളതിൻ്റെ എണ്ണം വളരെ കുറച്ചേ ഉണ്ടാകത്തുള്ളൂ. ബാക്കിയുള്ളതിലെല്ലാം പല വിചാരത്തിൻ്റെ ഒരു മായ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കവറിങ് ആ നന്മ നിറഞ്ഞ മറിയത്തിന് മുകളിലുണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമ്മൾ ചൊല്ലുന്ന പ്രാർത്ഥനകളിൽ നൂറുമേനിയില്ല പ്രിയപ്പെട്ടവരെ. നമ്മൾ ചെയ്യുന്ന പാപത്തിൽ നൂറുമേനിയുണ്ട്. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നൂറുമേനിയില്ല. പാപം ചെയ്യാനുള്ള കമ്മിറ്റ്മെൻറ്റിൽ നൂറുമേനിയുണ്ട്. ഇവിടെ വരുമ്പോൾ, ഇങ്ങനെ വരുമ്പോൾ നമ്മൾക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്താനായിട്ടുള്ള തടസ്സമാണ് നമ്മുടെ ജീവിതത്തിൽ സൃഷ്ടിക്കപ്പെടുന്നത്. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമ്മൾ എത്തുക എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥനകൾ എത്തുക, അതിന് തടസ്സം വരും. അതുകൊണ്ട് ഈശോ നമ്മളോട് ഈ ധ്യാനത്തിലൂടെ പറയുന്നത്, നമ്മൾ ദൈവത്തിന് വിട്ടുകൊടുക്കാൻ നമ്മൾ തീരുമാനമെടുക്കേണ്ടത് ദൈവ തിരുമനസ്സാകുന്നത് എന്താണോ അത് ദൈവത്തിന് നമ്മൾ വിട്ടുകൊടുക്കണം. ഇവിടെ ഇന്നത്തെ വചനത്തിൽ നമ്മൾ വായിക്കുകയാണ്. ആ വചനം 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: യേശു തോണിയിൽ കയറി കടൽ കടന്ന് സ്വന്തം പട്ടണത്തിലെത്തി. അവിടെ ഒരു തളർവാദ രോഗിയെ ശയ്യയോടെ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അവരുടെ വിശ്വാസം കണ്ട് അവൻ തളർവാദ രോഗിയോട് അരുളി ചെയ്തു: മകനെ, മകനെ ധൈര്യമായിരിക്കുക, നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. ഇതാണ് കർത്താവ് തളർവാദ രോഗിയോട് പറഞ്ഞത്. നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. തലമുറകൾക്ക് ആവശ്യം സൗഖ്യമല്ല, തലമുറകൾക്ക് ആവശ്യം സ്നേഹമല്ല. ഈ ഒരു കൽപ്പനയാണ് കർത്താവ് കമാൻഡ് ചെയ്തു: നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. ഇത് ക്ഷമിക്കപ്പെടാത്ത പാപങ്ങളിലേക്ക് ഈ സ്വരം എത്തണം, തലമുറകളിലേക്ക് എത്തണം. അവരേറ്റുപറയാത്ത പാപത്തിൻ്റെ മേഖലകളിലേക്ക് കർത്താവിൻ്റെ ഈ സ്വരം എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ധ്യാനമാണ് തലമുറ വിശുദ്ധീകരണം എന്ന് പറയുന്ന ഈ ധ്യാനം. തലമുറകളിലേക്ക് ഈ സ്വരം എത്തണം പ്രിയപ്പെട്ടവരെ. ക്രിസ്തു നമുക്ക് തന്നിരിക്കുന്ന തലമുറകളിലേക്ക് ഈ സ്വരം എത്തണം. മകനെ, നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. ഇത് ദൈവത്തിന് നമ്മൾ സ്വീകരിച്ച ഒരു ഓഫറാണ്. കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ഒരു ഓഫറാണ്. കാരണം ഇതാണ് നമുക്ക് ആവശ്യം. ഈ ഓഫർ നമ്മൾ കൈപ്പറ്റി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് സ്വർഗം. പ്രിയമുള്ള ദൈവജനമേ, ദൈവം തന്ന ഈ ഓഫർ സ്വീകരിച്ചിട്ടില്ല നമ്മൾ ഇതുവരെ. മകനെ, നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. തളർവാദമല്ല ക്രിസ്തുവിന് പ്രശ്നം, പാപങ്ങളെ ക്രിസ്തുവിന് പ്രശ്നമുള്ളൂ. അതുകൊണ്ട് ഇവിടെ ഈശോ കടൽ കടന്ന് തോണിയിൽ കയറി കടൽ കടന്ന് സ്വന്തം പട്ടണത്തിലെത്തി. അവൻ അവിടെ എത്തുമ്പോൾ ഒത്തിരി പേര് കൊണ്ടുവരുന്ന തളർവാദ രോഗി ആദ്യം അവനെ കാണാനെത്തി. പ്രിയമുള്ള ദൈവജനമേ, തളർവാദ രോഗത്തിൻ്റെ പ്രത്യേകത എന്താ? കൊണ്ടുവരണം ക്രിസ്തുവിൻ്റെ മുൻപിൽ. ഇത് തന്നെയാണ് നമ്മുടെ തലമുറകളിൽ നിന്ന് മരിച്ചുപോയ വ്യക്തികളെ സംബന്ധിച്ചും ഈശോയ്ക്ക് നമ്മളോട് പറയാനുള്ളത്. കൊണ്ടു ചെല്ലണം ഈശോയുടെ മുമ്പിൽ. നമുക്കറിയാം തലമുറ ഏതവസ്ഥയിലൂടെ കടന്നുപോയവരാണെന്നുള്ളത്. ഈ തലമുറയ്ക്കറിയാമെങ്കിൽ അവരുടെ അവസ്ഥകളെ ദൈവത്തിനുമ്പിൽ ഞാൻ കൊണ്ടു ചെല്ലുമ്പോൾ എൻ്റെ വിശ്വാസം കണ്ട്, ഇവിടെ ഈശോ പറഞ്ഞിരിക്കുന്നു, അവരുടെ വിശ്വാസം കണ്ട് തളർവാദ രോഗിയുടെ കർത്താവ് പറഞ്ഞു: നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. പാപങ്ങൾ ക്ഷമിക്കപ്പെടാൻ ആ വ്യക്തി പാപം ഏറ്റു പറഞ്ഞിട്ടില്ല ദൈവത്തോട്. ഞാൻ പാപിയാണെന്ന് എന്നൊരു കരുണയുടെ പ്രാർത്ഥനയും നടത്തിയിട്ടില്ല. മറ്റുള്ളവരുടെ വിശ്വാസം കണ്ട് അവൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടു. പ്രിയമുള്ള ദൈവജനമേ, അപ്പോൾ നമ്മുടെ തലമുറകളിൽ ഒരുക്കമില്ലാതെ, ദൈവഭക്തിയില്ലാതെ, പ്രാർത്ഥനയില്ലാതെ പാപത്തിൽ ജീവിച്ച് പാപത്തിൽ മരണപ്പെട്ടു പോയ വ്യക്തികളുടെ ആത്മാക്കളുണ്ടെങ്കിൽ ഈശോ നമ്മുടെ വിശ്വാസം കണ്ട് അവിടെ ആ തലമുറയോട് കർത്താവ് പറയും: നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. ഇത് നമ്മളോട് തന്നെയാണ് കർത്താവ് പറയുന്നത്. കാരണം കൊണ്ടു ചെന്നവന് അതിൽ നിന്നൊരു ഗ്രേസ് മാർക്കുണ്ട് പ്രിയപ്പെട്ടവരെ. ഇത് സ്വീകരിക്കലാണ് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം എന്ന് പറയുന്നത്. ഇത് സ്വീകരിക്കലാണ് നമ്മൾ വർഷങ്ങളായി പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു സൊല്യൂഷൻ കിട്ടി എന്ന് നമ്മൾ ചിന്തിക്കുന്നത്. ഇതിനെയാണ് വിടുതൽ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഒത്തിരി പൈശാചിക പീഡകളിൽ നിന്ന് നമ്മളെ ഒരാൾ വന്ന് ബന്ധിച്ച് പുറത്താക്കി നമ്മൾ എല്ലാം ഓക്കെ ആയി എന്ന് പറയുന്നതിനേക്കാൾ പ്രിയമുള്ളവരെ, ചിലയിടത്ത് നമ്മൾ കൊടുക്കേണ്ട ഉത്തരം നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ, നമുക്ക് ചില വ്യക്തികളെ ഈശോയിലേക്ക് ഏൽപ്പിച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന അനുഗ്രഹമാണ് പ്രിയമുള്ളവരെ ഈ ഒരു വിടുതൽ ശുശ്രൂഷ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കേണ്ടതിനെ
ഏൽപ്പിച്ചു കൊടുക്കണം. ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കേണ്ടത് ഈശോയുടെ കരങ്ങളിൽ തന്നെ എത്തിയിട്ടുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ വ്യക്തമായിട്ട് ചിന്തിച്ചിട്ടുണ്ടാകണം. ഹല്ലേലൂയ. അഭിഷേകത്തോടെ വലത് കരം ഉയർത്തി എന്ന് പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. തളർവാദ രോഗിയോട് ക്രിസ്തു പറയാണ്, നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. അതുവരെ കാണാത്തതാണ്, അതുവരെ കേൾക്കാത്തതാണ്, അതുവരെ ആ ജനം അനുഭവിച്ചറിയാത്തതാണ് പാപങ്ങൾ ക്ഷമിക്കാനുള്ള അധികാരം, ക്ഷമ കൊടുക്കാൻ അധികാരം മതി എന്നുള്ളത്. പ്രിയമുള്ള ദൈവജനമേ, ഇതാണ് ഈശോ കാണിച്ച ആദ്യത്തെ അധികാരം. പാപത്തെ ക്ഷമിക്കാൻ ക്രിസ്തുവിന് പെർമിഷൻ കൊടുക്കുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. പാപത്തെ ക്ഷമിക്കാൻ ക്രിസ്തുവിന് പെർമിഷൻ കൊടുത്താൽ അവൻ പാപിയെ സ്നേഹിക്കും. പ്രിയമുള്ള ദൈവജനമേ, പാപിയെ കാണാൻ വേണ്ടി വന്നവനാണ് ക്രിസ്തുവെങ്കിൽ പാപങ്ങളെ അല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. പാപിയെ കണ്ട് അവനിലുള്ള പാപത്തെ ക്ഷമിക്കുക എന്നുള്ളതാണ് ക്രിസ്തു പറയുന്നത്. അപ്പോൾ എൻ്റെ ഉള്ളിൽ പാപമുണ്ടെങ്കിൽ എന്നിലേക്ക് കടന്നു വരേണ്ട മനോഭാവം ക്ഷമയുടെ മനോഭാവമാണ്. ക്ഷമിക്കാത്ത വ്യക്തിയിൽ പാപം നിലനിൽക്കുമെന്നുള്ളത് തർക്കമില്ലാത്ത കാര്യമാണ്. എൻ്റെ ഉള്ളിൽ പാപത്തിൻ്റെ മാലിന്യം, ഒരു പാപം ഞാൻ ചെയ്തു, വീണ്ടും ആ പാപം ചെയ്യാൻ ഒരു ടെൻഡൻസി എന്നിലുണ്ടെങ്കിൽ അതിന് കാരണം ആ പാപം എന്നിൽ വസിക്കുന്നു എന്നുള്ളതാണ്. ഒരു പാപം എന്നിൽ വസിക്കാൻ കാരണം എനിക്ക് ക്ഷമിക്കാൻ പറ്റാത്ത ഏതോ ഒരു മേഖല എന്നിലുണ്ട് എന്നുള്ളതാണ്. ക്രിസ്തു തളർവാദ രോഗിയിലേക്ക് അയച്ചതെന്താണ്? ക്ഷമ എന്ന് പറയുന്ന ക്രിസ്തുവിൻ്റെ സ്വഭാവത്തെ തളർവാദ രോഗിയിലേക്ക് അയച്ചു. ആമേൻ, ഹല്ലേലൂയ. ക്ഷമ തളർവാദ രോഗിയിൽ നിലനിന്നപ്പോൾ അവൻ്റെ തളർവാദം മാറുന്നുണ്ട്. ക്ഷമ, നിൻ്റെ പാപങ്ങൾ ഞാൻ ക്ഷമിച്ചു. ഇത് ക്ഷമ എന്ന് പറയുന്ന ക്രിസ്തുവിൻ്റെ സ്വഭാവത്തെ ക്രിസ്തു ഒരു വ്യക്തിയിലേക്ക് അയച്ചപ്പോൾ ആ വ്യക്തി അനുഭവിച്ചറിഞ്ഞതാണ് സൗഖ്യമെന്ന് പറയുന്ന കൃപ. പ്രിയമുള്ള ദൈവജനമേ, ഇങ്ങനെ തന്നെ നമ്മിലും ചില ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥ നമ്മളിലുണ്ടെങ്കിൽ പ്രിയപ്പെട്ട ദൈവജനമേ, നമുക്കും ഇതുപോലെ ചില മേഖല നമ്മളുടെയും ബ്ലോക്ക് ചെയ്യപ്പെട്ട് കിടക്കും. ചില മേഖലകൾ നമ്മളുടെ ഇതും ബ്ലോക്ക് ചെയ്യപ്പെട്ട് കിടക്കും. ഞാൻ ഈ ദിവസങ്ങളിൽ ഒരു ഒരു പിൽഗ്രിമേജ് ട്രിപ്പിന് ഞാൻ ലൂർദ് ഫാത്തിമയൊക്കെ പോയിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഒരാഴ്ചയായിട്ടുള്ള തിരിച്ചെത്തിയിട്ട്, അപ്പോൾ അവിടെ വെച്ചിട്ട് ഫാത്തിമയിൽ വെച്ചിട്ട് ഫാത്തിമയിൽ ഞാൻ പരിശുദ്ധാമ്മ പ്രത്യക്ഷപ്പെട്ട ആ ഗ്രോട്ടോന് മുന്നിൽ അവിടെ ആ ഭാഗത്ത് നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടത്തു ഭാഗത്തായിട്ട് ഒരു സ്ത്രീ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അമ്മ ഇങ്ങനെ സന്ദേശം തന്നു, അവളോട് സംസാരിക്കുക എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സന്ദേശം തന്നു. ആ സ്ത്രീ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാനിങ്ങനെ എഴുന്നേറ്റ് ഈ സ്ത്രീയെ തോളത്ത് കെട്ടി, മലയാളിയല്ല ഇറ്റാലിയനാണ്, തോളത്ത് കെട്ടി ഞാൻ ഇതിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് വിഷയം? അപ്പോൾ ഇതിൻ്റെ വിഷയങ്ങളെല്ലാം അതിങ്ങനെ പറഞ്ഞു. എന്നോടത് പറയാൻ എന്നെ പരിചയം പോലുമില്ല, പക്ഷേ അമ്മ പറയിപ്പിച്ചു. അത് കംപ്ലീറ്റ് കാര്യങ്ങൾ എൻ്റെ ലൈഫ് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ കുറേ കാര്യങ്ങൾ അതിനോട് ചോദിച്ചതിൽ ഞാൻ പറഞ്ഞു, ഇത്രയും അവസ്ഥയിലൂടെ നിങ്ങൾ കടന്നു പോകാൻ കാരണം നിങ്ങളിലുള്ള 3 പേരോടുള്ള വെറുപ്പാണെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയും. നിങ്ങളിലുള്ള 3 പേരോടുള്ള വെറുപ്പ് നിങ്ങളുടെ ഉള്ളിലുള്ളത് കൊണ്ട് നിങ്ങൾക്കിത് ഈ മേഖല ഒരെന്നോട് പറഞ്ഞൊരു സംഭവമുണ്ട്, അവിടെ ഒരു ബ്ലോക്ക് കിടക്കും, ഓപ്പൺ ആവില്ല. ഓപ്പൺ ആവാത്തതിന് കാരണം ഈ 3 ബ്ലോക്ക് നിൻ്റെ മനസ്സിൽ നിന്ന് നീ എടുത്തു മാറ്റണം. അവർ വാവിട്ട് നിലവിളിക്കാൻ തുടങ്ങി. അവർ പറയുകയാണ്, ഞാനിതിന് ഉത്തരം ചോദിച്ചു മാതാവിൻ്റെ അടുത്തിരിക്കുക. എന്തുകൊണ്ടാണ്? അവർ മറന്നുപോയ വെറുപ്പിൻ്റെ മേഖല ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തപ്പോൾ, പ്രിയപ്പെട്ട ദൈവജനമേ, അമ്മയുടെ ആ പുണ്യഭൂമിയിൽ, അമ്മയുടെ പാദസ്പർശമേറ്റ ആ ഭൂമിയിൽ ആ സ്ത്രീ അനുഭവിച്ചറിഞ്ഞൊരു സ്വാതന്ത്ര്യമുണ്ട്. നമ്മൾ ഒരാളോട് വെറുപ്പ് വെച്ച് പുലർത്തുമ്പോൾ അല്ലെങ്കിൽ സ്നേഹിക്കാതിരിക്കുമ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ ശരിക്കും പറഞ്ഞാൽ ബന്ധനാവസ്ഥയിലാണ്, ആ ഒരു ബന്ധനത്തിലാണ്. നമ്മൾ ഫ്രീഡം നമുക്കില്ല. നമ്മളിങ്ങനെ ഒരു പിരിമുറുക്കത്തിൽ പോയിക്കൊണ്ടിരിക്കുക. സ്നേഹിക്കാൻ പറ്റാത്തത് എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു ബോണ്ടേജ്, നമ്മളെന്താ പറയുക, ഒരു ബന്ധനമാണ്. നമ്മളെ പിടിച്ച് മുറുക്കിയിട്ടിരിക്കുന്ന ഏറ്റവും വലിയ ബന്ധനമെന്ന് പറയുന്നത് സ്നേഹിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. മനസ്സ് തുറന്ന ഒരാളെ സ്നേഹിക്കാൻ പറ്റുന്നില്ലേ, ആ വ്യക്തി ബന്ധനത്തിലാണ്. എന്തിൻ്റെ പേരിലാണെങ്കിലും മനസ്സ് തുറന്ന് സ്നേഹിക്കാൻ നിങ്ങളുടെ ഭാര്യയെ, ഭർത്താവിനെ, മക്കളെ, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഈ 5 തലം എടുക്കുക. ബാക്കിയുള്ളതെല്ലാം അതിന് വെളിയിലല്ലേ. കുടുംബം എടുത്താൽ ഈ 5 തലമാണ് വരുന്നത്. അതിൽ നിങ്ങൾക്ക് സ്നേഹിക്കാൻ പറ്റുന്നില്ലേ?
ബന്ധനത്തിലാണ് ആ വ്യക്തി. ഒന്നിലും ഉയർച്ച ഉണ്ടാവില്ല. ആ വ്യക്തിയെ സംബന്ധിച്ച് എന്ത് കാര്യങ്ങൾ മുന്നോട്ട് ചെയ്യാൻ നോക്കിയാലും ചെയ്യാൻ പറ്റില്ല. കാരണം സ്നേഹിക്കാൻ പറ്റാത്തത് അത് ബന്ധനമാണ്. സ്നേഹം ദൈവീകമായതുകൊണ്ട് അത് പ്രകടിപ്പിക്കാൻ സമ്മതിക്കാത്തത് പിശാചാണെങ്കിൽ പൈശാചിക ബന്ധനത്തിലാണ്. ക്ലിയർ, നമുക്ക് ഉറപ്പിക്കാതെ പൈശാചിക ബന്ധനത്തിലാണ്. ആ ബന്ധനം വിട്ട് ആ വ്യക്തി സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വരുന്നതാണ് ക്ഷമിക്കുക എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ സ്നേഹിക്കുക എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് വരുന്നത്. ഈ സ്ത്രീയെ സംബന്ധിച്ച് ആ സ്ത്രീ അനുഭവിച്ചറിഞ്ഞ് വാവിട്ട് നിലവിളിച്ച് ഒത്തിരി കരഞ്ഞു. അവരവിടെ നിന്ന് ഒത്തിരി കരഞ്ഞു. അതുവരെ ഇങ്ങനെ കരയാൻ ബുദ്ധിമുട്ടിയ സ്ത്രീ വാവിട്ട് നിലവിളിച്ച് അവിടെ നിന്ന് കരഞ്ഞ് ഫ്രീ ആയാണ് അവിടെ നിന്ന് പോയത്. പ്രിയമുള്ള ദൈവജനമേ, എങ്ങനെയാ ഈശോ തൊടുന്നതെന്ന് നോക്കിയേ, എങ്ങനെയാണ് കർത്താവ് കടന്നു വരുന്നതെന്ന് നോക്കിയേ. നമ്മൾക്ക് ഏതെങ്കിലും ഒരു ആത്മാവിനെ കർത്താവ് എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടാവും. നിങ്ങൾ കണ്ടുപിടിച്ചാൽ മതി. ഞാൻ അതല്ലേ ആദ്യം പറഞ്ഞത്, നിങ്ങളുടെ മുന്നിലും പുറകിലും ഇടത്തും വലത്തും ഇരിക്കുന്നവർ ധ്യാനം കൂടാനിരിക്കുന്നവരല്ല, നിങ്ങളുടെ പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നവരാണ്. അപ്പോൾ അവരെ നിങ്ങൾ സമർപ്പിക്കുന്നിടത്ത് നിങ്ങളും ഇതുപോലൊരു ശുശ്രൂഷ ലെവലിലേക്ക് കർത്താവ് എടുത്തുയർത്തുക നമ്മളെ ചെയ്യുന്നത്. പ്രിയമുള്ള ദൈവജനമേ, ഈശോ നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയ അവസ്ഥ എന്താണെന്നറിയോ? തളർവാദ രോഗിയെ കൊണ്ടുവരുന്ന അവസ്ഥയാണ്. നിങ്ങളുടെ തലമുറകളെ ഈ ധ്യാനത്തിലേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ടെങ്കിൽ, കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് ഈശോയ്ക്ക് സമർപ്പിക്കാൻ വേണ്ടി നിങ്ങൾ കൊണ്ടുവന്നതാണ്. നിങ്ങളുടെ വിശ്വാസം കണ്ടാണ് കർത്താവ് അവിടെ സൗഖ്യം കൊടുക്കുന്നതും കൽപ്പിക്കുന്നത്. നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ പാപങ്ങൾ ഇതുവരെ ക്ഷമിക്കപ്പെട്ടിട്ടില്ല പ്രിയപ്പെട്ടവരെ. കാരണം നമ്മളത് ഏറ്റുപറയേണ്ട രീതിയിൽ ഏറ്റുപറഞ്ഞിട്ടില്ല. മോചനം കിട്ടി, കടങ്ങളിൽ നിന്ന് ഇളവ് കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ കടങ്ങളിൽ നിന്ന് ഇളവ് കിട്ടണം. ഇതാണ് ഞാൻ പറഞ്ഞത്. ഒരു മനുഷ്യായുസ് എടുത്താൽ ഒരു 80 വയസ്സ് വരെ ജീവിച്ചെന്നിരിക്കട്ടെ. 80 വയസ്സിൽ ഒരു ദിവസം പോലും ഒരു പാപം ചെയ്യാത്തതുണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിച്ച് നോക്കണം. ഉണ്ടാവില്ല. അപ്പം ഞാൻ പറഞ്ഞു, ഒരു ദിവസം നമ്മൾ ബോധപൂർവം ചെയ്യുന്ന പാപം ആ ദിവസത്തെ കംപ്ലീറ്റ് കൺട്രോൾ സാത്താന് കൊടുക്കുന്നതിന് ഈക്വലാണ്. അങ്ങനെ വരുമ്പോൾ ബാക്കി എന്താ പറയുക, നമ്മൾക്ക് മിച്ചം വന്ന നമ്മുടെ ജീവിതത്തിലുള്ള ദിവസങ്ങൾ വളരെ പരിമിതമാണ്, വളരെ കുറച്ചേ ഉള്ളൂ. നമുക്ക് അത്രയും വെച്ചിട്ടാണ് നമ്മൾ ദൈവത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ബാക്കി ഒരു 70% സാത്താന് കൊടുത്തൊരു 30% ബലത്തിൽ നമ്മൾ നടക്കുന്നവരാണ്. 30% നമ്മൾക്ക് അവകാശപ്പെട്ട ദിവസങ്ങളുള്ളൂ. ബാക്കിയുള്ളതെല്ലാം നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്തതാണ്. ദിവസങ്ങളിൽ ബാക്കിയുള്ളതെല്ലാം നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്തതാണ്. ആർക്ക് ഡെഡിക്കേറ്റ് ചെയ്തു എന്നുള്ളത് അവനവൻ്റെ പാപവും പ്രാർത്ഥനയും എടുത്ത് നോക്കിയാൽ സ്വയം മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നമുക്ക് തന്നിരിക്കുന്ന വിളിയിൽ വിശ്വസ്തതാപൂർവം നിലനിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ പ്രിയപ്പെട്ട ദൈവജനമേ, ആ വിളി ദൈവം തന്നിട്ടുള്ള ദൈവത്തിന് തെറ്റുപറ്റിയിട്ടില്ല. പക്ഷേ അതിൽ നിലനിൽക്കാൻ പറ്റാത്തത് എനിക്ക് എവിടെയൊക്കെയോ ഒരു കെട്ട് ഉണ്ട്. ആ കെട്ട് അഴിച്ചുവിടണം. അത് ലോകത്തിൻ്റേതായിട്ടുള്ളൊരു കെട്ട്, പൈശാചികതയുടെ ഒരു കെട്ട് നമ്മുടെ മേൽ കെട്ടിയിട്ടിരിക്കുന്ന കാലഘട്ടത്തിൻ്റെ സ്പിരിറ്റുണ്ട്, കാലഘട്ടത്തിൻ്റെ അരൂപികളുണ്ട്. അതിനെ പുറത്താക്കണം പ്രിയപ്പെട്ടവരെ. അതിൽ നിന്ന് നമ്മൾ പുറത്തു വരികയല്ല, നമ്മളിൽ നിന്ന് അതിനെ പുറത്താക്കണം. അതിനെ നമ്മളിൽ നിന്ന് പുറത്താക്കിയില്ലെങ്കിൽ ഈ കാലഘട്ടം നമ്മൾക്ക് ജീവിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടേറിയ കാലഘട്ടമായിട്ട് മാറിക്കൊണ്ടിരിക്കുക. നമുക്ക് ജീവിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടേറിയ കാലഘട്ടമായത്. അതുകൊണ്ട് ഈശോയുടെ നാമത്തിൽ പറയട്ടെ, കർത്താവിന് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഈശോയ്ക്ക് കൊടുത്തത് എൻ്റെ ആത്മാവിനെ തന്നെയാണോ എന്നുള്ളത് ഒന്ന് സസൂക്ഷ്മം നിങ്ങളൊന്ന് വിലയിരുത്തുക. ഈശോയ്ക്ക് ഞാൻ കൊടുത്തത് എൻ്റെ ആത്മാവിനെ തന്നെയാണോ? ജീവിതം കൊടുക്കാൻ നമുക്ക് പറ്റും. കാരണം അതിനകത്ത് കഷ്ടപ്പാടും ദുഃഖവും ദുരിതവും ഉള്ളതുകൊണ്ട് ജീവിതം കൊടുക്കാൻ നമുക്കെല്ലാം ഇഷ്ടമാണ്. ദൈവത്തിന് നിങ്ങളുടെ ജീവിതം സമർപ്പിച്ചേ എന്നൊരു വാക്ക് പറഞ്ഞു തീരണ്ട, നിങ്ങൾ സമർപ്പിക്കും. നിങ്ങളുടെ ആത്മാവിനെ കൊടുത്തേ എന്ന് പറഞ്ഞാൽ അപ്പൻ്റെ കയ്യിലേക്ക് പുത്രൻ ഏൽപ്പിച്ചു, അങ്ങേ കരങ്ങളിലേക്ക് എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. ഏറ്റവും ബുദ്ധിമുട്ടേറിയ ടാസ്ക്കാണത്. നടക്കില്ല. നമ്മളത് കൊടുക്കാൻ നോക്കിക്കോ, നിങ്ങൾക്ക് പറ്റില്ല. നമ്മൾ എത്ര ശ്രമിച്ചാലും പിതാവേ നിൻ്റെ കരങ്ങളിലേക്ക് എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുകയാണ്, ഏറ്റെടുക്കണേ, വിശുദ്ധിയോടെ ഒന്ന് സൂക്ഷിക്കണേ എന്ന് നമ്മൾക്ക് മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കാൻ പറ്റില്ല. കാരണം അത്രത്തോളം അതൊരു കെട്ടിൽ നമ്മളാക്കിയിട്ടിരിക്കുക അതിനെ. മൂന്നാമത്തെ നമ്മുടെ മനസ്സിനെയും വികാര വിചാരങ്ങളെയും ഈശോയ്ക്ക് കൊടുക്കാൻ പറഞ്ഞാലും കൊടുക്കാൻ പറ്റില്ല. ഇതെല്ലാം പൂർണ്ണതയിൽ സമർപ്പിച്ചവളുടെ പേരാണ് പരിശുദ്ധ മറിയം. കാരണം അവൾ എല്ലാ കാര്യങ്ങളും ഹൃദയത്തിൽ സംഗ്രഹിച്ചതുകൊണ്ട് അവിടെ ഈശോയ്ക്കൊരു സ്ഥാനം ഉണ്ടായിരുന്നു. നമ്മളെ സംബന്ധിച്ച് അതില്ലാത്തിടത്ത് ദൈവത്തിന് നമ്മൾക്കൊന്നും കൊടുക്കാൻ പറ്റില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. തളർവാദ രോഗിയുടെ അരുളി ചെയ്തു, മകനെ നിൻ്റെ ധൈര്യമായിരിക്കുക, നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നിയമജ്ഞരിൽ ചിലർ പരസ്പരം പറഞ്ഞു, ഇവൻ ദൈവദൂഷണം പറയുന്നു. അപ്പോൾ നിയമജ്ഞരിൽ ചിലർ പരസ്പരം പറയുന്നു, ദൈവദൂഷണം പറയുന്നു. നിയമജ്ഞർ എന്ന് പറയുന്ന
നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട് നമ്മുടെ ജീവിതത്തിൽ. അവരങ്ങനെ മരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എങ്ങനെ അത് ശരിയാകും? പിന്നെ നമ്മളിങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് എന്താ കാര്യം? ഇത് നിയമജ്ഞരാണ്. എല്ലാത്തിനും നിയമത്തെ പിടിക്കും. നിയമമല്ല, കരുണയാണ് ക്രിസ്തു. പ്രിയപ്പെട്ട ദൈവജനമേ, എല്ലാത്തിനും നിയമത്തെ നമ്മൾ നോക്കും. അങ്ങനെ പ്രാർത്ഥിച്ചാൽ ഇങ്ങനെ, ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ. ദൈവം ഒരു വ്യക്തിയെ തിരഞ്ഞെടുത്തിട്ടുണ്ടോ? തലമുറകൾ വിശുദ്ധീകരിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് കർത്താവ് ഒരു ദൈവവിളി സൃഷ്ടിച്ചിട്ടുണ്ടോ? ആ തലമുറകളെ കർത്താവ് ഉറ്റുനോക്കിയിട്ടുണ്ട്, വിശുദ്ധീകരിച്ചിട്ടുണ്ട്. ഈ തലമുറകളിൽ നിന്ന് ദൈവത്തിൻ്റെ വിളി സ്വീകരിച്ച് ഒരു സ്ത്രീ, ഒരു പുരുഷൻ സന്യസ്ത പുരോഹിത വിളിയിലേക്ക് കടന്നു വരികയോ, ഞങ്ങളെപ്പോലെ ഏതെങ്കിലും അൽമായ വിളിയിലേക്ക് വരികയോ, ഞങ്ങളുടേതെന്ന് വെച്ചാൽ വ്യത്യസ്തമാണ്. ഒരു സന്യസ്തയുടേതോ ഒരു പുരോഹിതൻ്റേതായിട്ടുള്ളൊരു വിളിയിലേക്ക് ഒരു കുടുംബത്തിൽ നിന്നൊരു വ്യക്തിയെ കർത്താവ് ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തലമുറകൾ വിശുദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. ആ തലമുറ വിശുദ്ധീകരിക്കപ്പെട്ട തലമുറയിൽ ഈ സന്യസ്തയോ ഈ പുരോഹിതനിലൂടെയോ അനേക ആത്മാക്കൾക്ക് വിടുതൽ കൊടുക്കാൻ സ്വർഗത്തിനാവും. പക്ഷേ ഇവർക്ക് നിലനിൽക്കാനുള്ള തടസ്സങ്ങൾ വരും. ഇവരുടെ വിളിയിൽ നിലനിൽക്കാനുള്ള പ്രഷർ, ഭയങ്കര പ്രഷറായിരിക്കും. അതിൽ നിന്ന് വിട്ടുപോരാനുള്ള പ്രഷർ വരും. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ആ തലമുറകളിൽ അവരിലൂടെ ഒത്തിരി കെട്ടുകൾ അഴിയുന്നുണ്ടെന്നുള്ളത് ഉറപ്പിക്കാം നമുക്ക്. അങ്ങനെ വരും. അവർക്ക് അവരുടെ കമ്മ്യൂണിറ്റി ലൈഫ്, അവരുടെ പൗരോഹിത്യ ജീവിതത്തിലെല്ലാം ഒത്തിരി പ്രഷർ അവർക്ക് വരുമ്പോൾ, ഈ വൈദികരെ ധ്യാനിപ്പിക്കുന്ന സമയത്ത് ഈ പല വൈദികരും പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു കാലഘട്ടത്തിൽ ബ്രദറെ ഇങ്ങനെ ഒരു പ്രഷറാണ്. അത് ഒരിക്കലും നമ്മൾക്കതിനെ ഓവർകം ചെയ്യാൻ പറ്റില്ല. ഇത് എന്തിൻ്റേതാണെന്ന് ചോദിച്ചാൽ ഒന്നും അറിയത്തില്ല. വല്ലാത്തൊരു മരവിപ്പിലൂടെ കടന്നു പോകും. ആ സമയത്താണ് പരിശുദ്ധാത്മാവ് ഇങ്ങനെ ഒരു സന്ദേശം തരുന്നത്. ഈ ഒരു കെട്ട്, ഈ ഒരു പ്രഷർ ദൈവം എത്രത്തോളം തരുന്നുവോ നിങ്ങളുടെ തലമുറകളെ കർത്താവ് വിശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർ കർത്താവിന് വേണ്ടി ദിവസവും മറ്റുള്ളവർക്ക് വേണ്ടി ഒരു നന്മ നിറഞ്ഞ മറിയമേ, അല്ലെങ്കിൽ ഒരു പ്രാർത്ഥന ദൈവസമക്ഷം സമർപ്പിക്കാൻ വിളിക്കപ്പെട്ടതെല്ലാം ദൈവവിളിയാണ്. അത്തരത്തിൽ മറ്റുള്ളവരുടെ പ്രാർത്ഥന സമർപ്പിക്കുന്നതെല്ലാം ദൈവവിളിയാണ്. സ്വന്തം നിയോഗം സമർപ്പിക്കാതെ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ? അത് ദൈവവിളി തന്നെയാണ്. അറിയപ്പെടാത്തതാണെന്ന് മാത്രമേ ഉള്ളൂ. അറിയപ്പെടുന്നത് മറ്റൊരു തലം. അപ്പോൾ അറിയപ്പെടാത്ത ആ ദൈവവിളി ഉള്ള കുടുംബങ്ങളിൽ പ്രിയപ്പെട്ടവരെ, ഈ വിളി ലഭിച്ചവരെ സംബന്ധിച്ചൊരു പ്രഷറുണ്ടാകും. ഈ ഒരു പ്രഷറുണ്ടാവും. കർത്താവിൻ്റെ നാമത്തിൽ, കർത്താവിൻ്റെ വിശ്വസ്തതയിൽ നിലനിൽക്കാനായിട്ട് സാധിക്കാത്ത വണ്ണം ഒരു പുറകിൽ നിന്നൊരു തള്ളൽ, തിരിച്ചു പോ, അല്ലെങ്കിൽ മതി, നിർത്ത്, പ്രാർത്ഥിക്കേണ്ട. ഈ ഒരു തള്ളൽ നമ്മുടെ പുറകിൽ നിന്ന് വരുന്നുണ്ടോ? വിശുദ്ധീകരണം നടക്കുന്നുണ്ടെന്നുള്ളത് ഉറപ്പാണ്. സാത്താൻ നിൻ്റെ പ്രാർത്ഥനയെ തടസ്സപ്പെടുത്തുന്നത് അതുകൊണ്ടാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനകളിൽ മെജോറിറ്റിയും തലമുറകൾ ഏറ്റെടുക്കുന്നുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനകൾ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയിൽ 1/3 പോലും നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻറ്റൻഷനിലേക്ക് കിട്ടുന്നില്ല. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനകളിൽ പ്രിയപ്പെട്ട ദൈവജനമേ, ഏറിയ പങ്കും ആർക്കാണോ നിങ്ങളുടെ തലമുറകളിൽ നിന്ന് പ്രാർത്ഥന ആവശ്യമുള്ളത് അങ്ങോട്ട് കർത്താവ് വരവ് വയ്ക്കുന്നുണ്ട്. നമ്മുടെ പ്രാർത്ഥനകളിലേക്കാൾ ഈശോ ആഗ്രഹിക്കുന്നത്, പ്രിയമുള്ള ദൈവജനമേ, അനേകർക്ക് വേണ്ടി നമ്മൾ വിട്ടുകൊടുക്കുന്ന നമ്മുടെ ജീവിതത്തെയാണ്. ഇതാണ് തളർവാദ രോഗിയെ കൊണ്ടുവന്ന മനോഭാവത്തെ, എൻ്റെ വിശ്വാസത്തെ കർത്താവ് കണ്ടു എന്ന് പറയുന്നത്. തളർവാദ രോഗിയെ കർത്താവ് കണ്ടില്ല, തളർവാദ രോഗിയെ കൊണ്ടുവന്നവരുടെ വിശ്വാസത്തെ ദൈവം കണ്ടു. ഇതാണ് യഥാർത്ഥത്തിൽ പ്രാർത്ഥന എന്ന് പറയുന്നത്. തളർവാദ രോഗിയെ കൊണ്ടുവന്നവരുടെ വിശ്വാസം എന്ന് പറയുന്ന പ്രാർത്ഥനയുടെ തലം. ഇതിനെ നിങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടോ? ഈ ഒരു വിശ്വാസം നിങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടോ? പ്രിയപ്പെട്ട ദൈവജനമേ, നിങ്ങളുടെ തലമുറകൾ വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പിക്കാം. നിങ്ങളുടെ തലമുറകൾ വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പിക്കാം. ഇതാണ് തലമുറ വിശുദ്ധീകരണം എന്ന് പറയുന്നത്. അനേകർക്ക് വേണ്ടി മുട്ടുകുത്താൻ ഒരു വ്യക്തിയെ ഒരു കുടുംബത്തിൽ നിന്ന് കർത്താവ് ഇതുപോലെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, അനേകർക്ക് വേണ്ടി മുട്ടുകുത്തുന്നുണ്ടെങ്കിൽ അത് ദൈവവിളിയാണ്. ആരും അറിയുന്നില്ല. പക്ഷെ ഞാൻ എൻ്റെ വീട്ടിലിരുന്ന് വിശുദ്ധ കൊച്ചു ത്രേസ്യ ചെയ്തതുപോലെ അനേകർക്ക് വേണ്ടി ഞാനിരുന്ന് പ്രാർത്ഥിക്കുക. അനേകർക്ക് വേണ്ടി ഞാൻ കുത്തിയിരുന്ന് പ്രാർത്ഥിക്കുക. 4 ചുവരിനുള്ളിൽ എൻ്റെ പ്രാർത്ഥനകൾ അറിയുന്നത് എൻ്റെ ദൈവം മാത്രമാണെങ്കിൽ അതിൻ്റെ റിസൾട്ട് കിട്ടുന്നത് എൻ്റെ തലമുറയിലേക്കാണ്. ഇങ്ങനെയൊരു കോള് ദൈവമായ കർത്താവ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ തലമുറകൾ വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിനെ നിങ്ങൾക്ക് ഉറപ്പിക്കാം. ആമേൻ. ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ.
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിന് നിങ്ങൾക്ക് ഉറപ്പിക്കാം, എൻ്റെ തലമുറകൾ വിശുദ്ധീകരിക്കപ്പെടുന്നുണ്ട്. ഇങ്ങനെ വിശുദ്ധീകരിക്കപ്പെടുന്ന വ്യക്തിത്വങ്ങളിൽ തടസ്സം വരും പ്രിയപ്പെട്ടവരെ. അതാണ് നിയമജ്ഞർ പിറുപിറുക്കുന്നത്. ഇങ്ങനെ വിശുദ്ധീകരിക്കപ്പെടുന്നുണ്ടെങ്കിൽ തടസ്സങ്ങൾ വരും. ഒരു വ്യക്തിയും സ്മൂത്തായിട്ട് ദൈവത്തിൻ്റെ അടുത്തേക്ക് പോകുന്നില്ല. കഷ്ടതകളിലൂടെയും കർത്താവ് അനുവദിക്കുന്ന സഹനങ്ങളിലൂടെയും അല്ലാതെ ആരും എളുപ്പത്തിൽ ദൈവസന്നിധിയിലേക്ക് പ്രവേശിക്കുന്നില്ല. കാരണം ദൈവം അനുവദിച്ച സഹനങ്ങളിൽ നിലനിൽക്കുക അത് കർത്താവ് അനുവദിച്ച ടൈമാണ്. ഒരിക്കലും ദൈവസന്നിധിയിലേക്ക് സ്മൂത്തായിട്ട് എത്താൻ പറ്റില്ല. കർത്താവിനെ തിരഞ്ഞെടുത്ത് ഞാനിപ്പോൾ ദൈവസന്നിധിയിലാണ് എന്ന് നമുക്ക് അവകാശപ്പെടാനും പറ്റില്ല. ആരും എത്തില്ല സ്മൂത്തായിട്ട്. കർത്താവ് എത്തിക്കും, പക്ഷേ അവിടെ എത്തുമ്പോഴേക്കും നമ്മൾ നടുവൊടിഞ്ഞ് എത്തുള്ളൂ. കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ എത്തുമ്പോൾ നമ്മൾ നടുവൊടിഞ്ഞ് എത്തുള്ളൂ പ്രിയപ്പെട്ടവരെ. നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ പരിത്യാഗ പ്രവൃത്തികൾ നമ്മൾ ചെയ്തതെല്ലാം പ്രിയപ്പെട്ടവരെ, നമ്മൾ അത്രത്തോളം പീഡകളിലൂടെ, ആത്മീയ പീഡകളിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ കൊണ്ടുപോയി കർത്താവിൻ്റെ മുന്നിൽ കൊണ്ടുപോയി നിർത്തുമ്പോൾ നമ്മളിങ്ങനെ മഞ്ഞ് പോലെ വിശുദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ടാകും. ആ ഒരു തലം വരെ എത്തുന്നത് വരെ ഇവിടെ ഈ വചനം പറയുന്നത് പോലെ നിയമജ്ഞരിൽ ചിലർ അവനെ പരിഹസിക്കുകയും നിന്ദിക്കുകയും ചെയ്തു എന്ന് പറയുന്ന വചനത്തിൻ്റെ പൂർത്തീകരണം നമ്മളിൽ കടന്നു വരും. ഹല്ലേലൂയ, അഭിഷേകത്തോടെ ഹല്ലേലൂയ. ആ ഒരു വചനത്തിൻ്റെ പൂർത്തീകരണം നമ്മളിലേക്ക് കടന്നു വരുന്നുണ്ട്. ഞാൻ എത്തിച്ചു എൻ്റെ തലമുറകളെ ദൈവസമക്ഷം ഞാൻ എത്തിച്ചു. എത്തിച്ചപ്പോൾ എത്തിയ ആ തലമുറയോടൊപ്പം ഞാനും സമർപ്പിക്കപ്പെട്ടു ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക്. ഇതാണ് തലമുറ വിശുദ്ധീകരണം എന്ന് പറയുന്നത്. തലമുറകളെ നിങ്ങൾ സമർപ്പിക്കുമ്പോൾ നിങ്ങളും തലമുറയോട് ചേർത്ത് ദൈവസമക്ഷം സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. തലമുറകളെ നിങ്ങൾ ദൈവസമക്ഷം സമർപ്പിച്ചപ്പോൾ നിങ്ങളും തലമുറയോട് ചേർന്ന് സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതിനെ ഒരുമിച്ചേ ദൈവം സ്വീകരിക്കത്തുള്ളൂ. ഈ സ്വീകരിച്ച തലമുറകളെ ദൈവം വിശുദ്ധീകരിക്കുമ്പോൾ അത് തലമുറകളിൽ എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് കാണാൻ പറ്റില്ല. പകരം അത് നമ്മളിലാണ് ദൈവം കാണിച്ചു തരുന്നത്. തലമുറകളെ സമർപ്പിച്ചതിന് ശേഷം തുടർന്നുള്ള ജീവിതം നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന വ്യത്യാസവും തിളക്കവും നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റണം തലമുറകളിൽ ദൈവം എന്ത് വ്യത്യാസം വരുത്തി എന്നുള്ളത്. തലമുറകളിൽ ദൈവം എന്ത് വ്യത്യാസം വരുത്തി എന്നുള്ളത് നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റണം. ഇതാണ് തലമുറ വിശുദ്ധീകരിക്കപ്പെട്ടു എന്നുള്ളത്. ദൈവം തലമുറയ്ക്കല്ല കാണിച്ചു കൊടുക്കുന്നത്, കൊണ്ടുവന്ന നിങ്ങൾക്ക് ദൈവം അനുഭവവേദ്യമാക്കി തരും. നിങ്ങളുടെ ശരീരത്തിലും ജീവിതത്തിലും കർത്താവ് അത് നിങ്ങളെ പഠിപ്പിച്ച് തരികയും ചെയ്യും. ഹല്ലേലൂയ, അഭിഷേകത്തോടെ ഹല്ലേലൂയ, വിശ്വാസത്തോടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിയമജ്ഞരിൽ ചിലർ പരസ്പരം പറഞ്ഞു, ഇവൻ ദൈവദൂഷണം പറയുന്നു. നിയമജ്ഞരിൽ ചിലർ പരസ്പരമാണ് പറഞ്ഞത്, ദൈവത്തോടല്ല പറയുന്നത്. നിയമജ്ഞരിൽ ചിലർ പരസ്പരം പറഞ്ഞു, നിങ്ങളെ പറ്റി കുറ്റം പറയുന്നത് നിങ്ങൾ കേൾക്കാതെ പരസ്പരം പറയുന്നുണ്ടോ? നിങ്ങളിൽ ദൈവിക ചൈതന്യം ഉള്ളത് കൊണ്ടാണ്. നിങ്ങളെപ്പറ്റി നിങ്ങൾ കേൾക്കാതെ മറ്റ് രണ്ടുപേരെന്ന് പറയുന്നുണ്ടോ? അത് നിങ്ങളിൽ ദൈവിക ചൈതന്യം ഉള്ളത് കൊണ്ടാണ്. സ്വീകരിക്കുക, നിങ്ങൾ അതിനെ നിങ്ങൾ സന്തോഷത്തോടെ സ്വീകരിക്കുക. കാരണം നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടു, ദൈവത്തിൻ്റെ സന്നിധിയിൽ നിങ്ങൾ സ്വീകരിക്കപ്പെട്ടു എന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാം. നിങ്ങളെപ്പറ്റി പറയുമ്പോൾ പ്രിയമുള്ള ദൈവജനമേ, നിങ്ങളെപ്പറ്റി പറയാത്തിടത്ത് നിങ്ങൾ കുറേ കൂടെ എന്താ പറയുക വിജിലൻ്റ് ആയിരിക്കുകയും നിങ്ങളെപ്പറ്റി പറയുന്നിടത്ത് നിങ്ങൾ സന്തോഷിക്കുകയും വേണം. ഈശോയെ പറ്റി പറയുന്നു, ഇവൻ ദൈവത്തെക്കുറിച്ച് പറയുന്നു, ദൈവദൂഷണം പറയുന്നു എന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ നാമത്തിൽ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം അവൻ രക്ഷ കൊടുത്തിട്ടുണ്ട്. ഈ രക്ഷ കൈവരിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് പ്രിയമുള്ള ദൈവജനമേ, കർത്താവിൻ്റെ മുൻപിൽ അവർ സമർപ്പിച്ച നിയോഗങ്ങൾ, അവരുടെ ആത്മസ്ഥിതി, അവരായിരിക്കുന്ന ജീവിതാവസ്ഥകൾ ദൈവത്തിൻ്റെ മുൻപിൽ അവർ സമർപ്പിക്കുമ്പോൾ ദൈവം അവരെ സ്വീകരിക്കുന്നതിനോടൊപ്പം അവരുടെ തലമുറകളെ കർത്താവ് വിശുദ്ധീകരിക്കുന്നുണ്ട്. വിശുദ്ധീകരിക്കപ്പെട്ട അവരുടെ തലമുറകൾ വഴി ഈ വ്യക്തിയുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കർത്താവ് ഇടവരുത്തുകയും ചെയ്യും. പല
പല കുടുംബങ്ങളിലും വർഷങ്ങളായിട്ട് പ്രാർത്ഥിച്ചിട്ട് പല കെട്ടുകളും അഴിയാതിരിക്കുമ്പോൾ, ചില രോഗങ്ങൾ മാറാതിരിക്കുമ്പോൾ, ചില ബാധ്യതകൾ വിട്ടൊഴിയാതിരിക്കുന്ന സമയത്ത് ഈ ബാധ്യത എങ്ങനെ ഒഴിവാക്കും ബ്രദറെ അല്ലെങ്കിൽ അച്ഛ എന്ന് പറഞ്ഞ ആരെങ്കിലുമൊക്കെ ഈ ശുശ്രൂഷകരുടെ അടുത്ത് പോകുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശുശ്രൂഷകർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്ന സന്ദേശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പ്രിയപ്പെട്ടവരെ, തലമുറകൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കാൻ പറയും. തലമുറകൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കാൻ പറയും. പ്രത്യേകിച്ച് നമ്മുടെ കുടുംബത്തിലെ സഹോദരങ്ങൾ തമ്മിലുള്ള ഭിന്നിപ്പ്, സഹോദരങ്ങൾ തമ്മിൽ യോജിക്കാതിരിക്കുന്ന അവസ്ഥകൾ വരുമ്പോൾ, അങ്ങനെയുള്ളവർ വരുമ്പോഴും പരിശുദ്ധാത്മാവ് തരുന്നത് തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ്. സഹോദരങ്ങൾ തമ്മിൽ സ്നേഹിക്കാൻ പറ്റുന്നില്ല, തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവ് പറയും. ചില രോഗങ്ങൾ പാരമ്പര്യ രോഗങ്ങൾ മാറാതെ നിൽക്കും. അപ്പനപ്പന്മാരുമായിട്ട് ഇങ്ങോട്ട് എല്ലാവരും ഒരേ രോഗം. തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതാണ്. തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലേ അവിടെ ഒരു വിടുതലുള്ളൂ. വൈദ്യശാസ്ത്രത്തിന് അത് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ചില രോഗങ്ങൾക്ക് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, മെഡിക്കൽ സയൻസ് ഇങ്ങനെ മെഡിസിൻ കൊടുത്തുകൊണ്ടേയിരിക്കും. ഈ മെഡിസിൻ ലൈഫ് ലോങ് കഴിക്കണം. അപ്പോൾ അതിന് നമ്മൾക്ക് മെഡിസിൻ എന്ന് പറയാൻ പറ്റില്ല. കാരണം മെഡിസിൻ വൺ ടൈം ടേക്കാണ്. അതെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അതെടുത്ത് എനിക്ക് സൗഖ്യം കിട്ടി, അതിനെയാണ് മെഡിസിൻ എന്ന് പറയുന്നത്. സൗഖ്യം എന്ന് പറയുന്നത് അതാ. ക്രിസ്തുവിൻ്റെ അടുത്ത് വരുന്ന എല്ലാവരെയും കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നില്ല. ഒരു വ്യക്തിയെ സൗഖ്യം കിട്ടി, തിരിച്ചുപോയി. ഇതാണ് മെഡിസിൻ എന്ന് പറയുന്നത്. പക്ഷെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ചില മെഡിസിൻ, അതായത് തലമുറയിൽ നിന്ന് ഉള്ള പകർന്നു കിട്ടിയ രോഗങ്ങളുടെ മെഡിസിൻ നിങ്ങളുടെ ആയുസ് നിൽക്കുന്നിടത്തോളം കാലം ഡോക്ടേഴ്സ് പറയും ഈ മെഡിസിൻ എല്ലാ ദിവസവും കഴിക്കണം, മുടങ്ങരുത്, കഴിച്ചില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. അത് മെഡിസിൻ എന്ന് എങ്ങനെ വിളിക്കാൻ പറ്റും പ്രിയപ്പെട്ടവരെ? ഇത് ഭക്ഷണം കഴിക്കുന്നതിന് ഈക്വലല്ലേ? ഭക്ഷണം കഴിക്കുന്നതിന് തുല്യമായിട്ട് അത് മാറ്റപ്പെട്ടില്ലേ? അത് മെഡിസിൻ ആകുന്നത് എങ്ങനെയാണ്? എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അരൂപിയെ നമ്മളൊരു കുപ്പിയിലാക്കി കൊണ്ടു നടക്കുന്നത്? എന്തുകൊണ്ടാണ്? തലമുറ വിശുദ്ധീകരിക്കപ്പെടാത്തത് കൊണ്ടാണ്. തലമുറ വിശുദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ടോ പാരമ്പര്യ രോഗങ്ങൾ മാറിത്തുടങ്ങുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. തലമുറ വിശുദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ തലമുറ വഴി കടന്നു വന്ന പാരമ്പര്യ രോഗങ്ങളും മാറിത്തുടങ്ങണം. തലമുറ വിശുദ്ധീകരിക്കപ്പെട്ടിട്ടില്ലേ, നിങ്ങളുടെ മാതാപിതാക്കൾ അനുഭവിച്ച രോഗങ്ങൾ തന്നെ നിങ്ങൾ ആയുഷ്കാലം മുഴുവൻ മെഡിസിൻ എടുക്കേണ്ട ആവശ്യകതയിലേക്ക് വരും. ചില അസുഖം വന്നു, നമ്മൾ ഡോക്ടറിനെ കണ്ടു, മെഡിസിൻ തന്നു, അസുഖം മാറി, ആ കോഴ്സ് കഴിച്ചു, അസുഖം മാറി. പക്ഷേ ഇത് ലൈഫ് ടൈം ആയിട്ട് നമ്മളൊരു മെഡിസിൻ എടുക്കുന്നുണ്ടെങ്കിൽ അത് മെഡിസിൻ അല്ല, അതിന് പുറകിലൊരു ബന്ധനമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മെഡിക്കൽ സയൻസ് അതിനെ ഏതെങ്കിലും ഒരു രോഗത്തിൻ്റെ പേരിട്ട് വിളിച്ചു, ആ ബന്ധനത്തെ. പക്ഷെ സ്പിരിച്വലി കർത്താവ് അതിനെ ബന്ധനം എന്ന് തന്നെ ഈശോ വിളിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചില രോഗങ്ങൾ നമ്മൾ ഈ രീതിയിൽ ചികിത്സിക്കേണ്ട ചികിത്സ അതിൻ്റെ വേരിന്, വ്യക്തിക്കല്ല, വേരിന് ചികിത്സിക്കണം, ശാഖയ്ക്ക് ചികിത്സിക്കരുത് പ്രിയപ്പെട്ടവരെ. അങ്ങനെയുള്ളപ്പോൾ നിങ്ങളിലുള്ള ചില അകാരണ രോഗങ്ങൾ, ഭയങ്ങൾ ഒക്കെ കർത്താവിന് എടുത്തു മാറ്റാൻ എളുപ്പമുണ്ട്. ഇവിടെയും ഈ തലമുറ വിശുദ്ധീകരണത്തിനൊരു പ്രാധാന്യം ഉണ്ടെന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയുക. ഇവിടെയും തലമുറ വിശുദ്ധീകരണം കൊണ്ട് നേട്ടം നിങ്ങൾക്കാണ്. തലമുറ വിശുദ്ധീകരണം കൊണ്ട് കർത്താവ് നേട്ടം നിങ്ങൾക്കാണ് തരുന്നത്. തലമുറയ്ക്ക് അതിൻ്റെ ഒരു വിഹിതമേ കിട്ടുന്നുള്ളൂ. നേട്ടം നിങ്ങൾക്കാണ്. അവർ സ്വർഗപ്രാപ്തിയിൽ എത്തിയാൽ നിങ്ങൾക്കാണ് നേട്ടം. കാരണം അവർ നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വിളിക്കും. അപ്പോൾ അവരെ സ്വർഗപ്രാപ്തിയിലേക്ക് എത്തിക്കുക. ഒരു കുടുംബത്തിൽ നിന്നൊരു വ്യക്തി പ്രായമെത്തി മരിച്ചാൽ നമ്മൾ വാവിട്ട് നിലവിളിച്ച് ആ ദുഃഖത്തിൽ തന്നെ ചിലപ്പോൾ വർഷങ്ങൾ പോകും. പ്രിയപ്പെട്ടവരെ, ആ ഒരു 7 ദിവസം കഴിഞ്ഞ് നമ്മൾ ആ ദുഃഖം മാറ്റി സന്തോഷിക്കുക. എനിക്ക് വേണ്ടി ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഒരാൾ പോയിട്ടുണ്ട്, അതിനെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് എത്തിച്ചാൽ എൻ്റെ കുടുംബത്തിനൊരു മധ്യസ്ഥനെ കിട്ടുന്ന കാര്യമാണ്. അതിനെ നിങ്ങൾ സന്തോഷത്തോടെയാണ് സ്വീകരിക്കേണ്ടത്. നേരെ മറിച്ച് ആ ആത്മാവിനെ ഭൂമിയിൽ കെട്ടിയിടുന്ന തരത്തിൽ നമ്മളതിനെക്കുറിച്ച് ഓർത്ത് കരഞ്ഞ് ഈ ആത്മാവിന് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പോകാൻ പോലും പറ്റാത്ത രീതിയിൽ അതിനെ നമ്മളിങ്ങനെ കണ്ണുനീര് കൊണ്ട് ഈ ഭൂമിയിൽ തന്നെ നമ്മളതിനെ കെട്ടിയിട്ടുകൊണ്ടിരിക്കും. ആത്മാവിന് കയറിപ്പോകാൻ പറ്റില്ല. ഇവിടെ ദുരിതം മാറിയിട്ട് നേരവും ഉണ്ടാവില്ല. നമ്മുടെ കുടുംബത്തിൽ നിന്ന് ദുരിതം മാറിയിട്ട് നേരവും ഉണ്ടാവത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു മകൾക്ക് സംസാര തടസ്സം വന്നു. സംസാര തടസ്സം ഒരിക്കലത് മാറില്ല എന്ന് ഡോക്ടർമാർ വിധി എഴുതി. ഞാൻ എറണാകുളത്ത് ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് അവിടെ കൊണ്ടുവന്നിരിക്കുക. അവൾക്ക് വോയിസ് ഇല്ല, സംസാരിക്കാൻ പറ്റുന്നില്ല. എത്ര ആഞ്ഞു പിടിച്ചിട്ടും സംസാരിക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ കാരണം എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ, ഇതുകൊണ്ട് വന്നിരിക്കുമ്പോൾ, ഇവളുടെ ഭർത്താവ് മരിച്ചതിന് ശേഷം
ഏതാണ്ട് ഒരു 30 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ ഒരവസ്ഥ ഈ പെൺകുട്ടിക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഭർത്താവ് മരിച്ചു എത്ര നാളായി? ഒത്തിരി വർഷമായിട്ടില്ല ബ്രദറെ, ഇത്ര ദിവസങ്ങളായിട്ടുള്ളൂ. അപ്പോൾ ഏതാണ്ട് ഒരു 6 മാസത്തിന് ശേഷമാണ് ഈ പെൺകുട്ടി എൻ്റെ അടുത്ത് എന്നെ കാണാൻ വേണ്ടി വരുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഈ ആത്മാവിനെ വിട്ടുകൊടുത്തിട്ടുണ്ടോ? അപ്പോൾ ഈ സ്ത്രീ പറഞ്ഞില്ല, വിട്ടുകൊടുത്തിട്ടില്ല. എന്തുകൊണ്ടാണ് വിട്ടുകൊടുക്കാത്തത്? അതെൻ്റെ ഭർത്താവായിരുന്നു, എനിക്ക് വിട്ടുകൊടുക്കാൻ പറ്റുന്നില്ല. ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നത്? എങ്ങനെയാണ്? ഞാൻ ഭക്ഷണം കഴിക്കുമ്പോൾ അദ്ദേഹം ഇവിടെ ഇരിക്കുന്നുണ്ടെന്ന് സങ്കല്പിച്ച് ഇവിടെയും ഞാൻ വിളമ്പി വയ്ക്കും, ഞാനും കഴിക്കും. ഞാൻ കിടക്കുമ്പോൾ എൻ്റെ കൂടെ കിടക്കുന്നുണ്ടെന്ന് സങ്കല്പിച്ച് ഞാൻ ഒറ്റയ്ക്കല്ല എന്ന് ഞാൻ എന്നെ തന്നെ പഠിപ്പിക്കുന്നത് ഈ ആത്മാവിനെയാണ്. ഇങ്ങനെ എല്ലാം ഈ ആത്മാവ് വഴി ത്രിയേക ദൈവത്തിന് കിട്ടേണ്ട പ്രാർത്ഥന വരെ ഈ ആത്മാവിലേക്ക് പോകാൻ തുടങ്ങി. പ്രിയപ്പെട്ട ദൈവജനമേ, അത് ബന്ധനമാണ്, അത് ഭക്തിയല്ല, അത് സ്നേഹമല്ല. ഹല്ലേലൂയ. ഈ ബന്ധനം നമ്മളിലുണ്ടെങ്കിൽ ഈ സ്ത്രീയെ സംബന്ധിച്ച് ക്രമേണ തൊണ്ട അടഞ്ഞു. ഞാൻ പറഞ്ഞു, വിശുദ്ധ കുമ്പസാരത്തിൽ ഏറ്റുപറഞ്ഞ് അതിനെ ദൈവസമക്ഷം സമർപ്പിക്കുക. കർത്താവേ, ഈ ഭൂമിയിൽ ഇത്രയും കാലം ഇദ്ദേഹത്തോടൊത്ത് ജീവിക്കാൻ എന്നെ നീ അനുവദിച്ചു, ഞാൻ നന്ദി പറയുന്നു. ഇപ്പോൾ അദ്ദേഹം എന്നെ വിട്ട് നിൻ്റെ സന്നിധിയിലേക്ക് യാത്രയായി. ഞാൻ പൂർണ്ണമായിട്ടും ആത്മാവിനെ നിനക്ക് സമർപ്പിക്കുകയാണ്. ഞാൻ ഇനി അതിനെ സ്നേഹിക്കുകയല്ല, അതിനുവേണ്ടി പ്രാർത്ഥിക്കുക ചെയ്യത്തുള്ളൂ. ഇത് പറഞ്ഞു 3 മാസത്തിനുള്ളിൽ ആ സ്ത്രീയുടെ സ്വരം കർത്താവ് തിരിച്ചു കൊടുത്തു. പ്രിയപ്പെട്ടവരെ, പെട്ടെന്ന് സ്വരം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ് സ്വരം ഉണ്ടായതല്ല. വീണ്ടും വിട്ടുകൊടുത്തതിന് ശേഷം 3-ാം മാസമാണ് സ്വരം കിട്ടുന്നത്. ആലോചിക്കണം, നമ്മളിൽ ഇത്തരത്തിൽ ചില കറ കഴുകിക്കളയുമ്പോൾ വീണ്ടും വീണ്ടും കഴുകിയാലേ ചില കറകളുടെ പാടവശേഷിക്കാതെ പോകത്തുള്ളൂ. പ്രിയമുള്ള ദൈവജനമേ, അതുകൊണ്ട് ഇത്തരത്തിൽ നമ്മളൊന്നും പിടിച്ചു വയ്ക്കരുത്. ജീവിതത്തിൽ നമ്മളൊന്നും പിടിച്ചു വയ്ക്കരുത്. ദൈവം സ്വീകരിച്ചതിനെ നീ പിടിച്ചു വയ്ക്കരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം ഒരാത്മാവിനെ ഈ ഭൂമിയിൽ നിന്ന് സ്വീകരിച്ചതിനെ നീ ഹോൾഡ് ചെയ്യരുത്. അത് ദൈവത്തിനെതിരാണ്. അത് സ്നേഹം കാണിക്കേണ്ട സമയമല്ല. ആ ആത്മാവിനെ ദൈവത്തിന് വിട്ടുകൊടുക്കാനുള്ളതാണെങ്കിൽ നീ അത് പൂർണ്ണമായിട്ടും സറണ്ടർ ചെയ്യുക. ദൈവം സ്വീകരിച്ചതിനെ നീ പിടിച്ചു വയ്ക്കരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്തരത്തിൽ നമ്മൾ പിടിച്ചു വയ്ക്കുന്നിടത്താണ് കെട്ടുകൾ, തലമുറ ശാപങ്ങളെന്നൊക്കെ നമ്മൾ വിളിക്കും. പല ധ്യാനഗുരുക്കന്മാർ അങ്ങനെ അതിനെയൊക്കെ വിളിക്കും. പക്ഷെ ഇതൊരു ശാപമോ അല്ലെങ്കിൽ ദുരിതമോ പ്രേതഭൂതബാധയോ ഇതൊന്നുമല്ല പ്രിയപ്പെട്ടവരെ. ആത്മാവിന് ദൈവത്തിൻ്റെ അടുത്തേക്ക് പോകാൻ പെർമിഷൻ കൊടുക്കുക, അത്രയേ ഉള്ളൂ. അതിനെ നീ മുറിവേൽപ്പിക്കരുത്, പിടിച്ചു വയ്ക്കരുത്. അത് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പോകണം. അത് ദൈവിക നിയമമാണ്. അതിന് എതിര് നിൽക്കരുത്. എൻ്റെ കണ്ണുനീര് കൊണ്ട് ഞാനതിനെ ബ്ലോക്ക് ചെയ്യരുത്. എൻ്റെ കണ്ണുനീര് കൊണ്ട്, എൻ്റെ പ്രാർത്ഥന കൊണ്ട് ഞാനതിനെ ബ്ലോക്ക് ചെയ്യരുത്. അത് എതിരാണ്, ദൈവിക പദ്ധതികൾക്ക് എതിരാണ്. ഏൽപ്പിച്ചു കൊടുത്തതിനെ നമ്മൾ സ്വീകരിക്കരുത്. വീണ്ടും കർത്താവ് തിരിച്ചു താ എന്ന് ചോദിക്കുന്നിടത്ത് പരിശുദ്ധാത്മാവല്ല പ്രവർത്തിക്കുന്നത്. അവിടെ പ്രവർത്തിക്കുന്നത് ഇത്തരത്തിലുള്ള തിന്മയുടെ കെട്ടുകൾ. നിങ്ങളുടെ കുടുംബത്തിന് ചില ബാധ്യതകൾ ഒഴിയില്ല, ചില കടബാധ്യതകൾ മാറില്ല, ചില രോഗങ്ങൾ സൗഖ്യം കിട്ടില്ല, ചില പാരമ്പര്യ രോഗങ്ങൾ മാറില്ല. അതിങ്ങനെ നിൽക്കും. ഇങ്ങനെ ഒരു വശം അതിന് പുറകിലുണ്ട് പ്രിയപ്പെട്ടവരെ. അതിന് നിങ്ങൾ ഇത്തരത്തിൽ അതിനെ ഡൈല്യൂട്ട് ചെയ്യണം. നിങ്ങളങ്ങനെ പിടിച്ചു വെച്ചതിനെ യേശുവിനോടുള്ള വിധേയപ്പെടൽ വഴി, അതിനെ സറണ്ടർ ചെയ്ത് കർത്താവിന് കൊടുക്കുന്നത് വഴി നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ അതിനെ നിങ്ങൾ ഡൈല്യൂട്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ദുരിതമാണ്. നമ്മൾക്ക് ഓരോരുത്തർക്കും അങ്ങനെ തന്നെയാണ്. ഈശോയ്ക്കുള്ളത് തന്നെയാണ്, നമ്മൾക്കുള്ളതല്ല. ഈശോയ്ക്ക് സമർപ്പിച്ചതിനെ തിരിച്ച് ചോദിക്കരുത്, സമർപ്പിക്കപ്പെട്ടതിനെയും തിരിച്ച് ചോദിക്കരുത്, തിരിച്ചു വരരുത്. ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവരുടെ വിചാരങ്ങൾ ഗ്രഹിച്ച യേശു ചോദിച്ചു, നിങ്ങൾ ഹൃദയത്തിൽ തിന്മ വിചാരിക്കുന്നതെന്ത്? ഏതാണ് എളുപ്പം? നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതോ എഴുന്നേറ്റ് നടക്കുക എന്ന് പറയുന്നതോ? അപ്പോൾ നിയമജ്ഞരിൽ ചിലർ പറഞ്ഞു, ഇവൻ ദൈവദൂഷണം പറയുന്നു. അവരുടെ വിചാരം ഗ്രഹിച്ച യേശു ചോദിച്ചു, നിങ്ങൾ ഹൃദയത്തിൽ തിന്മ വിചാരിക്കുന്നതെന്ത്? നിങ്ങൾ ഹൃദയത്തിൽ തിന്മ വിചാരിക്കുന്നതെന്ത്? പരസ്പരം പറഞ്ഞപ്പോൾ കർത്താവ് അത് കണ്ടു എന്നുള്ളതാണ്. നിങ്ങൾ ഹൃദയത്തിൽ തിന്മ വിചാരിക്കുന്നതെന്ത്? അവർ വിചാരിച്ച തിന്മ എന്താണ്? പാപം ക്ഷമിക്കപ്പെടുമോ? ഇതാണ് അവർ വിചാരിച്ച തിന്മയെന്ന്
ഈശോ പറയുന്നു. പ്രിയമുള്ള ദൈവജനമേ, അപ്പോൾ മരിച്ചു പോയ ഒരാത്മാവിനെക്കുറിച്ച് നമ്മൾ ജഡ്ജ് ചെയ്യരുത് ഒരിക്കലും. നമ്മുടെ കുടുംബത്തിൽ നിന്ന് തലമുറകളിൽ നിന്ന് മരിച്ചുപോയ വ്യക്തികളുടെ ആത്മാക്കളെ, വ്യക്തികളുടെ ജീവിതങ്ങളെ നമ്മളൊരിക്കലും ജഡ്ജ് ചെയ്യല്ലേ. നിങ്ങളുടെ കുടുംബത്തിലുള്ളവരെയും ഭാവിയെയും കഴിഞ്ഞതിനെയും വരാനിരിക്കുന്നതിനെയും ഒന്നും നിങ്ങൾ ജഡ്ജ് ചെയ്യരുത്. അത് അരൂപിയായിട്ട് നിങ്ങളിൽ തന്നെ പ്രവർത്തിക്കും. അതിനെ പൂർണ്ണമായിട്ടും ഈശോയ്ക്ക് കൊടുക്കണം. നിങ്ങളത് ജഡ്ജ് ചെയ്യും തോറും നിങ്ങളുടെ ജീവിതത്തിൽ ഈശോയ്ക്ക് കൊടുക്കേണ്ട സ്ഥാനമാണ് ഈ ജഡ്ജ്മെൻ്റ് എന്ന് പറയുന്ന അരൂപി ഏറ്റെടുക്കും. അത് നിങ്ങളുടെ നാവിൽ വസിക്കും. പിന്നീട് നിങ്ങളുടെ നാവിൽ ഒരിക്കലും പ്രാർത്ഥന വസിക്കില്ല. വിധിച്ച് സംസാരിക്കുന്ന വ്യക്തിയുടെ അധരത്തിൽ ഒരിക്കലും പ്രാർത്ഥന വസിക്കില്ല, പ്രാർത്ഥിക്കാൻ പറ്റില്ല. എന്തിനും ഏതിനും വിധിക്കും. ഏതിനും കയറി അഭിപ്രായം പറയുന്ന വ്യക്തിയുടെ അധരത്തിൽ ഒരിക്കലും പ്രാർത്ഥന വസിക്കത്തില്ല. അവർ പ്രാർത്ഥന അഭിനയിക്കത്തേ ഉള്ളൂ, പ്രാർത്ഥിക്കാൻ പറ്റില്ല. എല്ലാത്തിനും കയറി അഭിപ്രായം പറയുന്നവരുണ്ട്. അത് വിധിയാണ് ഒരു തരത്തിൽ. അതിൽ പ്രിയപ്പെട്ട ദൈവജനമേ, അവരുടെ അധരം നിങ്ങൾ നോക്കിയോ, ആ അധരത്തിൽ ഒരിക്കലും പ്രാർത്ഥന എന്ന് പറയുന്ന ദൈവിക ചൈതന്യം നിലനിൽക്കാൻ പറ്റില്ല. കാരണം വിധിയാണ്. വിധി പിതാവ് പുത്രനെ ഏൽപ്പിച്ചതാണ്. ഇത് നമ്മൾ ഏറ്റെടുത്താൽ നമ്മളിലൊരു എതിർ ക്രിസ്തു എന്ന് പറയുന്ന മനോഭാവം വരും. ക്രിസ്തുവിനെതിരായിട്ട് നിൽക്കുന്ന ഒരു മനോഭാവത്തിലേക്ക് ആ ഒരു അരൂപിയാണ് നമ്മളിലേക്ക് ചാർജ് എടുക്കുന്നത്. ആ വ്യക്തിയെ സംബന്ധിച്ച് ഒരിക്കലും പ്രാർത്ഥിക്കില്ല. ഭക്ത അഭ്യാസങ്ങൾ കാണിക്കും, പ്രാർത്ഥിക്കാൻ പറ്റില്ല. ഈ ജീവിതത്തിൽ ഇത്തരത്തിൽ നമ്മൾ ആരെങ്കിലൊക്കെ വിധിക്കുന്ന ഒരു സ്വഭാവം നമ്മളിലുണ്ടെങ്കിൽ ഈശോയുടെ നാമത്തിൽ നിങ്ങളതിനെ വെറുത്ത് ഉപേക്ഷിക്കണം. ആ ശീലത്തെ നിങ്ങൾ വെറുത്ത് ഉപേക്ഷിച്ചില്ലെങ്കിലും, പ്രിയപ്പെട്ട ദൈവജനമേ, ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ബോധപൂർവം ഒരു പാപം എന്ന് നിങ്ങൾ ചെയ്തിട്ടുണ്ടോ, ഈ ദിവസം സാത്താൻ നിങ്ങൾ സമർപ്പിക്കുക ചെയ്യുന്നത്. കാരണം അത്രയും ബോധത്തോടെ നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടാവില്ല. പാപം ചെയ്യാൻ എടുത്ത ആ തികഞ്ഞ ബോധ്യവും ആ ബോധവും ആ ഒരു താല്പര്യവും പ്രാർത്ഥനയിലില്ല. അതുകൊണ്ട് തന്നെ ദിവസത്തിൽ ഏറിയ പങ്ക് ഏതിനു കൊടുത്തു ശ്രദ്ധയോടെ, അതല്ലേ മേലിൽ നിൽക്കുകയുള്ളൂ. അത് പാപത്തിനാണ്, പ്രാർത്ഥനയ്ക്കല്ല. നല്ല താല്പര്യത്തോടെ നമ്മൾ പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ അതിനെ നമ്മൾക്ക് ഓവർകം ചെയ്യാൻ, ആ ദിവസത്തിൽ ദൈവിക ചൈതന്യത്തെ കൊണ്ടുവരാൻ നമുക്ക് പറ്റുള്ളൂ. നമ്മൾ കുറച്ച് പാപങ്ങൾ തന്നെ ഒരു ദിവസം ചെയ്തെന്നിരിക്കട്ടെ, പ്രിയപ്പെട്ടവരെ, കുറച്ച് ദിവസങ്ങളിലേക്ക് ഈ കെട്ട് നമ്മളിൽ തുടരും. കുറച്ച് ദിവസങ്ങളിലേക്ക് തന്നെ ഈ കെട്ട് നമ്മളിൽ നിലനിൽക്കും. പ്രിയപ്പെട്ടവർ, ചില പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊരു നുണ പറഞ്ഞാൽ മതി. നുണ പറയുന്ന നാം ആത്മാവിനെ നശിപ്പിക്കുന്ന വചനം പഠിപ്പിക്കുന്നതാണ്. അപ്പോൾ ഈ ആത്മാവിനെ നശിപ്പിച്ച നുണ ഒരു ദിവസം തന്നെ ഞാൻ പല ആവർത്തി പറയുമ്പോൾ എൻ്റെ ആത്മസ്ഥിതി എന്തായിരിക്കും? ഒരു നുണ പല ആവർത്തി ഞാൻ പറയുമ്പോൾ എൻ്റെ ആത്മസ്ഥിതി എന്തായിരിക്കും? അതുകൊണ്ട് ആ ആത്മസ്ഥിതി ദൈവത്തിന് അറിയാവുന്നതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, നുണയൻ പിശാച് നുണയനാണ്. അപ്പോൾ അത് സാത്താൻ നുണയനും അവൻ്റെ അപ്പനോ പിതാവുമോ. അപ്പോൾ ഞാൻ നുണ പറയുമ്പോൾ എൻ്റെ പിതൃത്വം ഞാൻ പിശാചിന് കൊടുക്കുക ചെയ്യുന്നത്. ഞാൻ നുണ പറയുമ്പോൾ എൻ്റെ പിതൃത്വം ഞാൻ സാത്താന് ഭരമേൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. സാത്താൻ നുണയനും നുണയൻ്റെ പിതാവുമാണ്. ഞാൻ നുണ പറയുമ്പോൾ എൻ്റെ പിതാവായിട്ട് സാത്താൻ മാറുമെങ്കിൽ അവന് ഞാൻ എൻ്റെ പിതൃത്വം കൈമാറുന്ന പ്രവൃത്തിയാണ്. അപ്പോൾ ഒരു ദിവസം ഞാൻ എത്ര തവണ എൻ്റെ പിതൃത്വം സാത്താന് കൈമാറിയിട്ടുണ്ട്. ഓരോ നുണ പറയുമ്പോഴും പിശാചിനെ ഞാൻ പിതാവായിട്ട് അടിവരയിട്ട് അംഗീകരിച്ച് ഏറ്റുപറയുന്നതാണ് ഞാൻ ചെയ്യുന്നത്, ഓരോ നുണ ഞാൻ പറയുമ്പോഴും. അപ്പോൾ ഒരു ദിവസം ഒന്നിൽ കൂടുതൽ നുണ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ദിവസം ഞാൻ സാത്താന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത ദിവസമാണ്. ഈ ദിവസത്തെ എൻ്റെ മൊത്തം ജീവിതത്തിൽ കർത്താവായ ഈശോ മിശിഹ ഒരു കറുത്ത ദിനമായിട്ട് അതിനെ രേഖപ്പെടുത്തി വെച്ചാൽ, പ്രിയമുള്ള ദൈവജനമേ, ആ ദിവസത്തിൽ ഈ പാപത്തിന് എതിരായിട്ടുള്ള പുണ്യപ്രവൃത്തി ഞാൻ ചെയ്തിട്ടില്ലെങ്കിൽ, പ്രിയമുള്ള ദൈവജനമേ, ഈ പാപത്തിൻ്റെ മേമ്പൊടിയിലാണ് പിറ്റേ ദിവസത്തിലേക്ക് ഞാൻ പ്രവേശിക്കുന്നത്. അതുകൊണ്ടാണ് സകല വിശുദ്ധരുടെ ജീവചരിത്രം എടുത്തു വായിക്കുമ്പോൾ ഇന്നെന്ത് പുണ്യപ്രവൃത്തി ചെയ്തു, ഇന്നെന്ത് നന്മ ചെയ്തു എന്നുള്ളതിനെക്കുറിച്ച് അവർ ആകുലപ്പെട്ടുകൊണ്ടിരുന്നു. കാരണം ഒരു ദിവസത്തിൽ ചെയ്ത പാപങ്ങൾക്ക് മുകളിൽ ഞാനൊരു നന്മയെങ്കിലും ചെയ്തിട്ടുണ്ടാവില്ലെങ്കിൽ ഈ വ്യക്തി മരിച്ചു കഴിയുമ്പോൾ ഇതിൻ്റെ ആത്മസ്ഥിതിയും ഇതിന് ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കേണ്ട കാലയളവിനെക്കുറിച്ചും നമ്മൾ ചിന്തിക്കുക. ഇത് ഭയപ്പെടുത്തുന്ന ഒന്നല്ല, മറിച്ച്
ഒരുക്കം കിട്ടാനും ജാഗരൂകതയോടുകൂടെ പാപത്തെ നമ്മൾ ഒഴിവാക്കാനും പറയുന്നതാണ്. നമ്മൾ പാപത്തെ ഒഴിവാക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് ഞാൻ പറഞ്ഞു തരുന്നത്, ഭയപ്പെടുത്തുകയല്ല. പ്രിയമുള്ളവരെ, ഒരു ദിവസം ഈശോ തന്നതാണെങ്കിൽ ആ ഒരു ദിവസത്തെ ഈശോ തന്നതിനെ ഞാൻ സൂക്ഷിക്കണം. ഒരു ദിവസം ഈശോ എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഈശോ തന്ന ആ ഒരു ദിവസത്തെ ഞാൻ സൂക്ഷിക്കണം. ഞാൻ സൂക്ഷിക്കുന്നതിന് പകരം ഞാൻ എന്ത് ചെയ്തു? മണ്ണിൽ കുഴിച്ചിട്ട താലന്തായിട്ട് ഈ ഒരു ദിവസത്തെ ഞാൻ മാറ്റുക. ഈശോ തന്ന ഒരു ദിവസത്തെ, സൂക്ഷിക്കേണ്ട ഒരു ദിവസത്തെ ഞാൻ സൂക്ഷിക്കാതെ ഞാൻ ഈ ദിവസത്തെ മണ്ണിൽ കുഴിച്ചിട്ട താലന്ത് കണക്കെ ഞാൻ ഈ ദിവസത്തെ ആർക്ക് കൊടുത്തു? സാത്താന് കൊടുത്തു. മണ്ണിൽ കുഴിച്ചിടുക എന്ന് പറഞ്ഞാൽ എന്താ? ഭൂമിക്ക് താഴെയായിട്ട് ഞാൻ മാറുക. എന്നെ കുഴിച്ചിടുന്നതിന് തുല്യമാണ് എൻ്റെ കഴിവുകൾ കുഴിച്ചിടുന്നത്. എന്നെ കുഴിച്ചു മൂടുന്നതിന് തുല്യമാണ് ഞാൻ ജഡമായി മാറുന്നത്. എപ്പോഴാണ്? ഞാൻ ജഡമായി കഴിഞ്ഞാൽ അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജാണ് എന്നെ കൊണ്ടുപോയി കുഴിച്ചിടും ആരെങ്കിലും. ഞാൻ ജഡമാണ്, എന്നിൽ ജീവനില്ല. അപ്പോൾ എന്നെ കുഴിച്ചിട്ടും, അപ്പോൾ എൻ്റെ കഴിവുകൾ ഞാൻ കുഴിച്ചിടുമ്പോഴും ദൈവം തന്ന ഒരു ദിവസം ഞാൻ സാത്താന് കൊടുക്കുമ്പോഴും ഇതേ പ്രോസസ്സ് തന്നെയാണ് ഞാൻ അവിടെ ചെയ്യുന്നത്. ദൈവം തന്നതിനെ, ഒരു ദിവസം ദൈവം തന്നു, ഒരു പാപം ഞാനതിൽ ബോധപൂർവം ചെയ്തു, ആ ഒരു ദിവസത്തെ മണ്ണിൽ ഞാൻ കുഴിച്ചിട്ടു. അതായത് സാത്താന് ഞാൻ വെച്ച് കൈമാറി. ഈ ഒരു ദിവസം എനിക്ക് ദൈവം തന്നു, ഈ ഒരു ദിവസത്തിലേക്ക് ആവശ്യമുള്ള പ്രാർത്ഥനകളുടെ ഒരു വിഹിതവും ദൈവം തന്നു. പക്ഷെ ഞാൻ പറഞ്ഞു, പാപം ചെയ്യാൻ ഞാൻ കാണിച്ച താല്പര്യം പ്രാർത്ഥിക്കാൻ ഞാൻ കാണിക്കുന്നില്ല. പാപം ചെയ്തപ്പോൾ എനിക്ക് പല വിചാരമില്ല, പാപം ചെയ്തപ്പോൾ എനിക്ക് അശ്രദ്ധയില്ല, പാപം ചെയ്തപ്പോൾ എനിക്കൊരു തരത്തിലും മൈൻഡ് ഡിസ്ട്രാക്ഷൻ ആയിട്ടില്ല. പക്ഷെ ഞാൻ പ്രാർത്ഥിക്കാനിരുന്നപ്പോൾ എനിക്ക് പല വിചാരം വന്നു. പ്രാർത്ഥിക്കാനിരുന്നപ്പോൾ എൻ്റെ മൈൻഡ് ഡിസ്ട്രാക്റ്റഡായി. പ്രാർത്ഥിക്കാനിരുന്നപ്പോൾ എനിക്ക് പല വിചാരങ്ങൾ, പല കാര്യങ്ങൾ, പല കോളുകൾ, ഇതെല്ലാം വന്നു. ഇതിനെല്ലാത്തിനും ഞാൻ വിളി കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ ഏറ്റവും ഭംഗിയായിട്ട് ചെയ്തത് പ്രാർത്ഥനയല്ല, പാപമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ആ ഒരു ദിവസം ഞാൻ സാത്താന് സറണ്ടർ ചെയ്തു. ആ ഒരു ദിവസം ഞാൻ സാത്താന് സറണ്ടർ ചെയ്തു. ദൈവം ആ ഒരു ദിവസം ഹെൽപ്ലെസ് ആണ് എൻ്റെ ജീവിതത്തിൽ. ഒന്നും ചെയ്യാൻ പറ്റില്ല കർത്താവിന്. ഈശോയ്ക്ക് എന്നിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ വരുന്നിടത്താണ് ഇത് തളർവാദം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് പോയി. ഇത് കൂടുന്നിടത്ത് പ്രിയപ്പെട്ടവരെ, ക്രമേണ നിങ്ങൾ നോക്കിക്കോ, നിങ്ങളുടെ ജോയിൻസ് ഓരോന്നോരോന്ന് ചലിക്കാത്ത അവസ്ഥയിലേക്ക് ക്രമേണ വരും. നമ്മുടെ ശരീരം ഫ്രീ ആവത്തില്ല. എന്തോ എന്നെ കെട്ടിയിട്ടിരിക്കുന്നൊരു ഫീലാണ്. എല്ലാവരും കുമ്പിട്ട് നിവർന്ന് ഓരോന്ന് ചെയ്യുമ്പോൾ എനിക്ക് കുമ്പിടാൻ പോലും പറ്റുന്നില്ല. എല്ലാവരും ചാടി അവരുടെ പ്രായത്തിനടുത്ത ജോലി ചെയ്യുമ്പോൾ എനിക്കെൻ്റെ പ്രായത്തിനടുത്ത ജോലി ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അതിന് പുറകിൽ ഈ സ്പിരിറ്റാണ്, ഈ അരൂപിയാണ്. എൻ്റെ പ്രായത്തിൽ ഞാൻ ചെയ്യേണ്ട കർത്തവ്യങ്ങളും കടമകളും ജോലികളും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ എന്നെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടോ? അരൂപിയാണ്, കർത്താവല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രായത്തിൽ ഞാൻ നേടേണ്ട സാമ്പത്തിക സ്ഥിതിയിലേക്ക് എനിക്ക് എത്താൻ പറ്റുന്നില്ലേ? കർത്താവല്ല അത് നിനക്ക് വരുത്തിയത്. അതിന് പുറകിൽ പ്രവർത്തിക്കുന്നത് തിന്മയാണ്, നമ്മളുടെ പാപങ്ങളുടെ ഡെപ്പോസിറ്റാണ്. ദൈവം തന്നതിനെ മിസ്യൂസ് ചെയ്തതിൻ്റെ ഡെപ്പോസിറ്റ് നമ്മളിങ്ങനെ ശേഖരിച്ചിട്ടിരിക്കുക. ദൈവം തന്നത് ദൈവത്തിന് കൊടുക്കണം പ്രിയപ്പെട്ടവരെ. ദൈവം തന്നതിനെ ദൈവത്തിന് കൊടുക്കണം. ഹല്ലേലൂയ. ഈ ശരീരത്തിലേക്ക് ദൈവം തന്നതാണ് ഈ ആത്മാവിനെ. തിരിച്ചേൽപ്പിക്കണം. ആരെങ്കിലും കൊണ്ടുപോയി കൊടുക്കരുത്, തിരിച്ചേൽപ്പിക്കണം. പിതാവിലേക്ക് പുത്രൻ കൊടുത്തു ആത്മാവിനെ. നമ്മളെ സംബന്ധിച്ചതല്ല, നമ്മളിപ്പോൾ മരിച്ചവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, തനിയെ എത്തുന്നില്ല. എന്തുകൊണ്ടാണ്? അത് തന്നെയല്ലേ നമ്മുടെ ജീവിതവും. നമ്മൾക്കും നമ്മുടെ കാലം, നമ്മളുടെ മരണശേഷം ആത്മാവ് ദൈവസന്നിധിയിലേക്ക് എത്തും അല്ലെങ്കിൽ എത്തിക്കോളും. നമുക്ക് ഉറപ്പില്ല, ഷുവർട്ടി ഇല്ല. അതുകൊണ്ട് നമ്മൾ മരിച്ച വിശ്വാസികളുടെ ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് വേണ്ടി, ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾക്ക് ആ ഒരു ഉറപ്പ് കിട്ടാത്ത എന്തുകൊണ്ടാണ്? ഈ വ്യക്തി ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്നത് കൊണ്ട് തന്നെ നമ്മൾക്ക് ഉറപ്പില്ല ഇതെവിടെ എത്തുമെന്നുള്ളത്. പ്രിയമുള്ളവരെ, ഈ ഉറപ്പ് നമ്മളെക്കുറിച്ച് നമ്മുടെ മക്കൾക്കും ഉണ്ടെന്നുള്ളത് മറക്കരുത്. അതുകൊണ്ട് ഈശോ നമ്മളോട് പറയുന്നത്, ഒരു ദിവസം ബോധപൂർവം ചെയ്ത പാപമുണ്ടെങ്കിൽ ബോധപൂർവം പ്രാർത്ഥിച്ചതിൻ്റെ ഒരു ടൈമും
കർത്താവിന് കൊടുക്കാനായിട്ട് ഉണ്ടാവണം. ബോധപൂർവം നമ്മൾ ചെയ്യുന്നില്ല. പ്രാർത്ഥനകൾ പലതും ബോധപൂർവമല്ല, അശ്രദ്ധയിലും പല വിചാരത്തിലുമാണ്. അവിടെ സുബോധമില്ലാതായത് എവിടെയാണ്? ധൂർത്തുപുത്രനിൽ സുബോധം വന്നത് എപ്പോഴാണ്? പാപത്തിൻ്റെ ഏറ്റവും പരമോന്നത അവസ്ഥയിലെത്തിയപ്പോഴാണ് സുബോധം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തുന്നത്. ഇനി ആത്മാവ് നഷ്ടപ്പെടും എന്നുള്ള അവസ്ഥയിൽ ദൈവം ഉള്ളിൽ കൊടുക്കുന്നൊരു പ്രേരണയുണ്ട് പ്രാർത്ഥിക്കാൻ. പ്രിയമുള്ളവരെ, ആ പ്രേരണയെന്ന് പറയുന്ന നമ്മൾ പറയില്ലേ, എല്ലാവരും കൈവിട്ടു, ഡോക്ടേഴ്സും കൈവിട്ടു, ലോകവും മുഴുവനും സഹോദരങ്ങളും കുടുംബവും കൈവിട്ടു, ഇനി ദൈവമേ ഉള്ളൂ. അങ്ങനെയുള്ള ഒരു വ്യക്തി പ്രാർത്ഥിക്കുന്നതും മറ്റ് പല സ്ഥലത്തും പിടിവള്ളിയുള്ളൊരു വ്യക്തി പ്രാർത്ഥിക്കുന്നതും രണ്ടും രണ്ടാണ്. ആ എല്ലാവരും കൈവിട്ട വ്യക്തി പ്രാർത്ഥിക്കുന്നത് സുബോധത്തോടെ ആയിരിക്കും. എന്നാൽ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചേക്കാം എന്നുള്ള വ്യക്തി പ്രാർത്ഥിക്കുന്നത് സുബോധത്തോടെ അല്ല പ്രാർത്ഥിക്കുന്നതേ ഉള്ളൂ. സുബോധത്തോടെ പ്രാർത്ഥിക്കുന്ന വ്യക്തി നെഞ്ചു പൊട്ടി പ്രാർത്ഥിക്കും, കരഞ്ഞ് ദൈവത്തിൻ്റെ മുമ്പിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കും. അത് കാരണം അവന് മറ്റ് തലമില്ല, മറ്റ് ഓപ്പണിംഗ് ഇല്ല. ദൈവം എന്ന് പറയുന്ന ഒരൊറ്റ ഡോർ മാത്രമേ അവൻ്റെ മുമ്പിൽ ഓപ്പണായിട്ടുള്ളൂ. ആ ഡോർ ഓപ്പണായിട്ടുണ്ടെങ്കിൽ അവൻ അതിലൂടെ പ്രവേശിക്കാൻ എന്ത് വഴിയും സ്വീകരിക്കും. കർത്താവിന് ഏത് രീതിയിലും അവൻ കൈവശപ്പെടുത്താൻ ശ്രമിക്കും. പ്രിയമുള്ള ദൈവജനമേ, ഇന്നത്തെ ഈ ഒരു സാക്ഷ്യത്തിൽ കർത്താവ് നമ്മളോട് പറയുന്നത് ഇത് തന്നെയാണ്. തളർവാദ രോഗി പറയുന്നൊരു സാക്ഷ്യമാണ് നമ്മളിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. തളർവാദ രോഗിയുടെ ഈ ഒരു സാക്ഷ്യം നമ്മൾ കേൾക്കുമ്പോൾ തളർവാദ രോഗിയുടെ ഒരക്ഷരം മിണ്ടിയിട്ടില്ല. മിണ്ടുന്നതും കംപ്ലീറ്റ് കർത്താവാണ്. കൊണ്ടുവരുന്നത് കണ്ടപ്പോൾ കർത്താവ് പറഞ്ഞു, നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. കൊണ്ടുവരുന്നത് കണ്ടപ്പോൾ കർത്താവായ ഈശോ മിശിഹ തളർവാദ രോഗിയോട് പറഞ്ഞു, നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഏതാണ് എളുപ്പം? നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതോ എഴുന്നേറ്റ് നടക്കുക എന്ന് പറയുന്നതോ? രണ്ട് കാര്യങ്ങളാണ് കർത്താവ് പറയുന്നത്. നമ്മൾ ചിന്തിക്കുമ്പോൾ എഴുന്നേറ്റ് നടക്കുക അതാണ് എളുപ്പം, നമ്മൾ ആഗ്രഹിക്കുന്ന എളുപ്പം അതാ. ഒരിക്കലും നിങ്ങൾ എഴുന്നേറ്റ് നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കരുത്. അന്ധയാചകന്മാർ, മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അന്ധയാചകന്മാർ ദൈവത്തിൻ്റെ മുമ്പിൽ പ്രാർത്ഥിച്ച രീതി കണ്ണിന് കാഴ്ച തരണേന്നല്ല. നമ്മൾ ചിന്തിക്കും അത് പ്രാർത്ഥിച്ചാൽ പോരെ. അവർ ആ എളുപ്പ വഴി പ്രാർത്ഥിച്ചില്ല. തിമേയുസിൻ്റെ മകൻ ബർത്തിമേയുസ് കർത്താവിൻ്റെ മുമ്പിൽ ചെന്ന് പ്രാർത്ഥിച്ചതും കണ്ണിന് കാഴ്ച കിട്ടാനല്ല, കർത്താവെ കരുണയായിരിക്കണമേ. ഏതാണ് എളുപ്പം? ഈശോയും ചോദിക്കുന്നത് ഇത് തന്നെയാണ്. തളർവാദ രോഗിയോട് നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതാണോ എളുപ്പം? എഴുന്നേറ്റ് നടക്കുക എന്ന് പറയുന്നതാണോ എളുപ്പം? കർത്താവിൻ്റെ മുൻപിൽ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ എന്ന് വന്ന് ചോദിച്ച വ്യക്തികൾക്കെല്ലാം ഏതാണ് എളുപ്പം എന്നുള്ളതിനെക്കുറിച്ച് ധാരണയുണ്ടായിരുന്നു, വ്യക്തമായിട്ടുള്ള. ഈ ധാരണ നമുക്കില്ലാത്തിടത്താണ് നമ്മൾ ഇൻറ്റൻഷൻ മാത്രം സമർപ്പിക്കുന്നത്, ആത്മസ്ഥിതി സമർപ്പിക്കില്ല. ഈ ധാരണ നമുക്കുണ്ടാവണം. ഈശോ ചോദിക്കുന്നത് അതാണ്. നിയോഗങ്ങൾ ചോദിച്ച് പ്രാർത്ഥിക്കുന്ന വ്യക്തിയോട് ഈശോ പറയുന്നത് ഇത് തന്നെയാണ്. ഏതാണ് എളുപ്പം? നീ എന്നോട് നിയോഗങ്ങൾ ചോദിക്കുന്നതാണോ? നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കാൻ നീ എന്നോട് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണോ? ഏതാണ് എളുപ്പം? ഈശോ നമ്മളോട് ചോദിച്ച ചോദ്യം ഇത് തന്നെയാണ്. ഇവിടെ തളർവാദ രോഗി എന്ന് പറയുന്നത് ഒരു ഇൻറ്റൻഷനാണ്, നിയോഗമാണ്. ഈശോ ആ നിയോഗ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുന്നില്ല. പകരം ഈശോ പാപങ്ങളിലേക്ക് പ്രവേശിക്കുക. അവൻ്റെ പാപങ്ങളിലേക്ക് ക്രിസ്തു കടന്നു ചെല്ലുകയാണ്. ആ പാപങ്ങളിലേക്ക് ക്രിസ്തു കടന്നു ചെന്നിട്ട് ഈശോ പറഞ്ഞെന്താ? ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ സ്വഭാവം ആ പാപങ്ങൾക്കുമേൽ കർത്താവ് അടിച്ചേൽപ്പിച്ചു. അതാണ് ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മുടെ നിയോഗങ്ങൾക്ക് പിന്നിലും ഇത്തരത്തിൽ പാപങ്ങളുണ്ടെങ്കിൽ ഈശോയെ നമ്മൾ ക്ഷണിക്കേണ്ടത് നിയോഗങ്ങളിലേക്കല്ല, അതിൻ്റെ അവസ്ഥകളിലേക്ക്, അതിന് കാരണമായിട്ടുള്ള പാപങ്ങളിലേക്ക് ഈശോയെ നമ്മൾ ക്ഷണിച്ചിട്ട് പറയണം, കർത്താവേ എൻ്റെ മേൽ കരുണയായിരിക്കണമേ, കർത്താവായ ദൈവമേ എൻ്റെ മേൽ കരുണയായിരിക്കണമേ. ദൈവത്തിൻ്റെ കരുണയാണ് നമ്മുടെ ആവശ്യങ്ങൾക്ക് മേൽ കടന്നു വരേണ്ടത്, തലമുറകൾക്ക് മേൽ കടന്നു വരേണ്ടതും കർത്താവായ ദൈവത്തിൻ്റെ കരുണയാണ്. കർത്താവായ ദൈവത്തിൻ്റെ കരുണ കടന്നു ചെല്ലണം. ഈശോ പഠിപ്പിച്ചത് തന്നെയാണ്. ഏതാണ് എളുപ്പം? ഏതാണ് എളുപ്പം? എളുപ്പം ഒന്നേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ, പാപങ്ങൾ ക്ഷമിക്കപ്പെടണം. അതാണ് എളുപ്പം. നിങ്ങൾക്കൊരു 50 ലക്ഷം ആവശ്യമുണ്ടെങ്കിൽ അത് എളുപ്പമല്ല, ഒത്തിരി കഷ്ടപ്പെടണം. പക്ഷേ 50 ലക്ഷം കിട്ടുന്നതിന് തടസ്സമായിട്ട് നിങ്ങളിലുള്ള പാപങ്ങൾ കർത്താവിന് ക്ഷമിക്കാൻ എളുപ്പമാണെങ്കിൽ വിശുദ്ധ കുമ്പസാരം നിങ്ങളെ സംബന്ധിച്ച് എളുപ്പമാണ്.
എളുപ്പമാണ്. നിങ്ങൾക്ക് ക്യാൻസർ എന്ന് പറയുന്ന മാരക രോഗമുണ്ട്, അത് മാറാൻ വൈദ്യശാസ്ത്രം പറയും എളുപ്പമല്ലെന്ന് പറയും. പക്ഷേ ഈശോ പറയും നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടാൽ അത് സുഖപ്പെടും. അപ്പം നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുമ്പോൾ സുഖപ്പെടുന്നത് എന്തൊക്കെയാണ്? രോഗങ്ങളും തലമുറകളുമാണ്, കടബാധ്യതകളും തലമുറകളുമാണ്, ജീവിത പ്രശ്നങ്ങളും തലമുറകളുമാണ്. ഏതും തലമുറകളുമായിട്ട് കണക്റ്റഡാണ്. എൻ്റെ രോഗത്തിന് ഒരു ബന്ധം തലമുറയുമായിട്ടുണ്ട്. അതാണ് അപ്പന് ഷുഗർ, എനിക്ക് ഷുഗർ. എൻ്റെ കടബാധ്യതയ്ക്ക് ഒരു കണക്ഷൻ തലമുറയുമായിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ അപ്പൻ ഇതേ ജീവിതത്തിലാണ് പോയത്, ഞാനും ഇപ്പോൾ അതേ അവസ്ഥയിലൂടെ തന്നെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ രോഗങ്ങൾക്കൊരു കണക്ഷൻ തലമുറയ്ക്കുണ്ട്. അതാണ് അവരനുഭവിച്ച അതേ പീഡ തന്നെ ഞാൻ അനുഭവിക്കുന്നത്. ചില കുടുംബ പ്രശ്നങ്ങൾക്കും തലമുറയുമായിട്ടൊരു കണക്ഷനുണ്ട്. എൻ്റെ അപ്പൻ്റെ സഹോദരങ്ങൾ തമ്മിൽ ഭിന്നിപ്പിലായിരുന്നു, ഞാനിപ്പോൾ ഇവിടെ എൻ്റെ സഹോദരങ്ങളുമായിട്ട് ഭിന്നിപ്പിലാണ്. ഇതെല്ലാം ഒരു കണക്ഷൻ, തലമുറയുമായിട്ടുള്ള ഒരു കണക്ഷനെക്കുറിച്ച് കർത്താവ് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഈ കണക്ഷനാണ് പലപ്പോഴും നമ്മൾ മാറ്റേണ്ടത്. അതിൽ തലമുറയുമായിട്ടുള്ള എൻ്റെ ഇൻറ്റൻഷൻ്റെ കണക്ഷൻ നിങ്ങൾ മാറ്റണം. എൻ്റെ നിയോഗങ്ങൾക്ക് തലമുറകളുമായിട്ടൊരു കണക്ഷൻ ഉണ്ടെങ്കിൽ ആ കണക്ഷൻ ആദ്യം ബ്രേക്ക് ചെയ്യണം. ആ കണക്ഷനെ ഞാൻ മുറിച്ചു മാറ്റി ഇൻറ്റൻഷൻ അതിൻ്റേതായിട്ടുള്ളൊരു സ്വാതന്ത്ര്യം കൊടുക്കണം. തലമുറയ്ക്ക് അതിൻ്റേതായിട്ടുള്ളൊരു സ്വാതന്ത്ര്യം കൊടുക്കണം, സെപ്പറേറ്റ് ആക്കണം. ഇത് സെപ്പറേറ്റ് ആയില്ലെങ്കിൽ ഒരു കാലത്തും നിങ്ങളുടെ നിയോഗങ്ങൾ സാധിച്ചു കിട്ടില്ല. നിങ്ങളുടെ നിയോഗങ്ങൾ നിങ്ങളുടെ പാപങ്ങളുമായിട്ട് കണക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പാപങ്ങളും നിയോഗങ്ങളെയും രണ്ടും രണ്ടാക്കണം. നിങ്ങളുടെ പാപങ്ങൾക്ക് ഒരുപക്ഷെ നിങ്ങളുടെ നിയോഗങ്ങളുമായിട്ടൊരു കണക്ഷൻ ഉണ്ടാകും, നമുക്ക് മനസ്സിലാവില്ല. നമ്മൾ ചെയ്ത ചില പാപം മൂലമായിരിക്കും ചില നിയോഗം നമ്മുടെ ജീവിതത്തിൽ സ്ഥാനമെടുക്കുന്നത്, നമുക്കറിയാൻ പറ്റത്തില്ല. നമ്മൾ പക്ഷേ ആ പാപത്തിൽ ജീവിക്കുകയും ചെയ്യും, നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും. ആ പാപം നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്യും, നിയോഗങ്ങൾക്ക് വേണ്ടി ഒരു വശത്ത് പ്രാർത്ഥന നടക്കുകയും ചെയ്യും. ഒരു ഗുണവുമില്ല. പ്രിയപ്പെട്ട ദൈവജനമേ, ഇതാണ് ഞാൻ പറഞ്ഞത്. ഒരു ദിവസം ഒരു പാപം ചെയ്താൽ ആ ദിവസത്തെ പിശാചിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഒരു 10 ദിവസം അടുപ്പിച്ച് നിങ്ങൾ ഒരേ പാപം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ 10 ദിവസം കൊണ്ട് ഒരു അരൂപി, അത് അരൂപി എന്നുള്ള തലം മാറി പൈശാചികത എന്ന് പറയുന്ന തലത്തിലേക്ക് അതെത്തും. അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തിയുടെ ആദ്യത്തെ സ്ഥിതി അവസാനത്തിനേക്കാൾ എത്രയോ ശോചനീയമാണ്, അവസാനത്തെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ എത്രയോ ശോചനീയമാണ്. അപ്പോൾ നമ്മൾ ഒരു ദിവസം നമ്മൾ പാപം ചെയ്യാതെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മുന്നിൽ വരുന്ന വ്യക്തികളും സാഹചര്യങ്ങളനുസരിച്ചാണ് നമ്മൾ ചെയ്തു പോകും. ചിലപ്പോൾ സംസാരിച്ച് പോകും, ചിലത് പ്രവർത്തിച്ച് പാപം ചെയ്തു പോകും. എന്തു തന്നെയാണെങ്കിലും ഒരു ആത്മാവിനെ നേടുന്ന എന്തെങ്കിലും ഒരു പ്രവൃത്തി എല്ലാ ദിവസവും നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പാപത്തിൻ്റെ ആ ഒരു മാലിന്യത്തെ ഡൈല്യൂട്ട് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. അത് നിങ്ങൾ ആത്മാവിലേക്ക് കടന്നു വരാതെ അതിനെ ഡൈല്യൂട്ട് ചെയ്ത് നിങ്ങൾ ആത്മാവിനെ വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കാൻ ഒരു ദിവസം ഒരു പുണ്യപ്രവൃത്തിയെങ്കിലും ചെയ്യാൻ നിങ്ങൾ ശീലിച്ചാൽ മതി. ഒരു ദിവസം ഒരു പുണ്യപ്രവൃത്തിയെങ്കിലും, ഒരു നന്മയെങ്കിലും ചെയ്യാൻ ശീലിച്ചാൽ മതി. നന്മ എന്ന് പറയുന്നത് മറ്റുള്ളവർക്കുള്ളതാണ്, സ്വയം നന്മയല്ല, മറ്റുള്ളവർക്ക് ചെയ്യുന്നതാണ്. സ്വയം ചെയ്യുന്നതെല്ലാം പ്രാർത്ഥന മാത്രമാണ്. അപ്പോൾ മറ്റുള്ളവർക്ക് ഒരു നന്മ, ശരി താങ്ക്സ് എന്നവർ പറയുന്നതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അവരുടെ ആത്മാവിനെ നേടിയെടുത്ത ഒരു നന്മ മറ്റുള്ളവർക്ക് നിങ്ങൾ ചെയ്താൽ അതേ നിങ്ങൾക്ക് ഗ്രേസ് മാർക്ക് തരുള്ളൂ, അതേ നിങ്ങളുടെ പാപങ്ങൾക്ക് വിടുതൽ കിട്ടുള്ളൂ. മറ്റുള്ളവരുടെ ആത്മാവ് നശിക്കാൻ പോകേണ്ടതായിരുന്നു, പക്ഷെ നിങ്ങൾ ഇടപെട്ട് ആത്മാവ് നശിച്ചില്ല. അങ്ങനെ നിങ്ങളൊരു ആത്മാവിനെ നേടിയെടുത്തിട്ടുണ്ടെങ്കിൽ അതിനെയാണ് ദൈവം നന്മ എന്ന് വിളിക്കുന്നത്. ഹല്ലേലൂയ. ഒരാൾക്കിപ്പോൾ 10 ലക്ഷം ആവശ്യമുണ്ട്, നിങ്ങളുടെ കയ്യിൽ 10 ലക്ഷമുണ്ട്, നിങ്ങളതുകൊണ്ട് കൊടുത്തു. അത് നന്മയല്ല. കാരണം ആ 10 ലക്ഷം നീ കൊടുക്കണമെന്ന് ദൈവഹിതമാണോ എന്ന് നിനക്കറിയില്ല. ഒരാളുടെ കരുണയ്ക്ക് പാത്രമാകാൻ കടബാധ്യതയുള്ളവൻ അർഹതയുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. ചിലപ്പോൾ അത് അസ്ഥാനത്തായിരിക്കും കൊണ്ടേ കൊടുക്കുന്നത്, തിരിച്ചു കിട്ടില്ല. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ കൊടുത്ത സമ്പത്ത് ഒരിക്കലും തിരിച്ചു കിട്ടത്തില്ല. ചില ആൾക്കാരിങ്ങനെ ആർക്കെങ്കിലും വേണ്ടി ജാമ്യം നിൽക്കും. ഈ ജാമ്യം നിൽക്കുന്ന പൈസ പിന്നീട് തിരിച്ചു ചോദിച്ചാൽ കിട്ടില്ല. അങ്ങനെ എത്രയോ പേര് ഈ സെൻറ്ററിൽ തന്നെ എന്നെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. 10, 20, 25, 50 ഒക്കെ ലക്ഷങ്ങൾ വാങ്ങിയെടുത്ത് ഇതുപോലെ ജാമ്യം നിന്ന് ഒന്നുമല്ലാത്ത അവസ്ഥയിൽ അവസാനം 8 നില കെട്ട് തൂങ്ങിച്ചാകുന്ന അവസ്ഥയിൽ പോകുന്നൊരവസ്ഥ. കാരണം എന്താ? ആ വ്യക്തി കടക്കാരനാണെങ്കിലും കടബാധ്യത ഉണ്ടെങ്കിലും നമുക്ക് കൊടുക്കാൻ ആ വ്യക്തിക്ക് അർഹതയില്ല. കടബാധ്യത ഒരിക്കലും ഒരു അർഹതയല്ല നമ്മൾ ദാനം ചെയ്യാൻ, അത് ദൈവികമാണ്. അതുകൊണ്ട്
ആ പുണ്യപ്രവൃത്തിയല്ല നിങ്ങൾ ചെയ്യേണ്ടത്. ആത്മാവ് നശിക്കുമായിരുന്നു, പക്ഷേ ഞാൻ കാരണം ആ വ്യക്തി പാപം ചെയ്യാതെ ആത്മാവിനെ ഞാൻ നേടിയെടുത്തിട്ടുണ്ടെങ്കിൽ അതാണ് നന്മ എന്ന് പറയുന്നത്. അത്തരത്തിലൊരു നന്മ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? പ്രിയപ്പെട്ട ദൈവജനമേ, നിങ്ങളുടെ ജീവിതത്തിലുള്ള നിരവധിയായിട്ടുള്ള പാപങ്ങൾക്ക് അത് പരിഹാരമാണ്. ആ ദിവസം നിങ്ങൾ ദൈവത്തിന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ ദിവസം നിങ്ങൾ ദൈവത്തിന് ഡെഡിക്കേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ബോധപൂർവം ചെയ്യുന്ന ഏറ്റവും വലിയ പ്രാർത്ഥനയാണ് ആത്മാക്കളെ നേടുന്ന പ്രവൃത്തി. ബാക്കി ഒരു പ്രാർത്ഥനയും പല വിചാരം കൂടാതെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. വേറെ ഏത് പ്രാർത്ഥന ചെയ്താലും അതിനകത്ത് പല വിചാരമുണ്ട്. നിങ്ങളൊരു കൊന്ത ചൊല്ലിയാലും അതിൽ മൊത്തം ഒരു 5 നന്മ നിറഞ്ഞ മറിയമേ പോലും നിങ്ങൾ ശ്രദ്ധയോടെ ചൊല്ലിയിട്ടുണ്ടാവില്ല, ഉറപ്പാണ്. ബാക്കിയുള്ളതെല്ലാം നിങ്ങളിങ്ങനെ പല വിചാരത്തോട് ചൊല്ലി തീർത്തിട്ടുണ്ടാകും, പൂർണ്ണതയില്ല. പക്ഷെ ഒരു ആത്മാവിനെ നേടുന്ന പ്രവൃത്തിയിൽ പല വിചാരമില്ല. യാക്കോബ് 5:20 പറയുന്നത് തന്നെയാണ്, നീ നിൻ്റെ നിരവധിയായിട്ടുള്ള പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത് കഴിയുന്നത് എപ്പോഴാണ്? ഒരു ആത്മാവിനെ നേടുന്ന പ്രവൃത്തിയിൽ പല വിചാരമില്ല. പാപം ചെയ്യുന്നതിൽ പല വിചാരമില്ലാത്തതുപോലെ തന്നെയാണ് ആത്മാക്കളെ നേടുന്ന പ്രവൃത്തിയിലും പല വിചാരമില്ല. ശ്രദ്ധയോടുകൂടെ തന്നെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയാണ് ആത്മാക്കളെ നേടുന്ന പ്രവൃത്തി. പല വിചാരമില്ലാതെ ചെയ്യുന്ന പ്രാർത്ഥനയാണ് ആത്മാക്കളെ നേടുന്ന പ്രവൃത്തി എന്ന് പറയുന്നത്. അത് നമ്മൾ വൃത്തിയായി ചെയ്തോ ദിവസവും ഒരു ദിവസം ഒരെണ്ണത്തിനെങ്കിലും നേടിയെടുക്കാൻ നിങ്ങളെ കൊണ്ടായിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട ദൈവജനമേ, അതാണ് ദൈവത്തിൻ്റെ നിങ്ങളിൽ ദൈവം കാണുന്ന ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ പറയുന്ന ഏതാണ് എളുപ്പം? ഭൂമിയിൽ പാപങ്ങൾ ക്ഷമിക്കാൻ മനുഷ്യപുത്രന് അധികാരമുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിനാണിത്. അനന്തരം അവൻ തളർവാദ രോഗിയോട് പറഞ്ഞു, എഴുന്നേറ്റ് നിൻ്റെ ശയ്യയുമെടുത്ത് വീട്ടിലേക്ക് പോവുക. അവൻ എഴുന്നേറ്റ് വീട്ടിലേക്ക് പോയി. ഇത് കണ്ട് ജനക്കൂട്ടം ഭയചകിതരായി. മനുഷ്യർക്ക് ഇത്തരം അധികാരം നൽകിയ ദൈവത്തെ മഹത്വപ്പെടുത്തി. മനുഷ്യർക്ക് ഇത്തരം അധികാരം നൽകിയ ദൈവത്തെ മഹത്വപ്പെടുത്തി. എത്തരം അധികാരം നൽകിയത്? എന്തധികാരമാണ് നൽകിയത്? എന്തധികാരം നൽകി മനുഷ്യർക്ക്? ഇവിടെ മനുഷ്യർക്കല്ല അധികാരം കൊടുത്തത്, ദൈവമല്ലേ, പുത്രനായ യേശു ക്രിസ്തു അല്ലേ അധികാരം കാണിച്ചത്. എന്നിട്ടും വചനം എഴുതി വച്ചിരിക്കുന്നു, ജനക്കൂട്ടം ഭയചകിതരായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിയത് മനുഷ്യർക്ക് ഇത്തരം അധികാരം കൊടുത്ത ദൈവത്തെയാണ് മഹത്വപ്പെടുത്തി. മനുഷ്യർക്ക് അവിടെ അധികാരം കാണിച്ചത് ആരും മനുഷ്യരല്ല, ദൈവമായ കർത്താവായ യേശു ക്രിസ്തുവാണ് അധികാരം കാണിച്ചത്. അവൻ കാണിച്ച അധികാരം എന്താ? നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. ഈ അധികാരം കാണിച്ചത് കർത്താവായ യേശു ക്രിസ്തുവാണ്. പിന്നെ എങ്ങനെ മനുഷ്യർക്ക് ഈ അധികാരം കൊടുത്തു എന്ന് ജനക്കൂട്ടം വിളിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താ? ഈ അധികാരം ദൈവമല്ലേ പ്രകടിപ്പിച്ചത്? പ്രിയമുള്ള ദൈവജനമേ, ദൈവമായ കർത്താവ് പാപത്തെ ഉപേക്ഷിക്കാനും പാപിയെ സ്നേഹിക്കുവാനും വന്നവനാണെങ്കിൽ അതേ അധികാരം പാപത്തെ പാപത്തെ പൊറുക്കാനും പാപിയെ സ്നേഹിക്കാനും, നമ്മളെ സംബന്ധിച്ച് പാപത്തെ ഉപേക്ഷിക്കാനും പാപിയെ സ്നേഹിക്കാനും ഈ ഒരു അധികാരം കർത്താവ് എനിക്കും നിങ്ങൾക്കും കൂടെ തന്നിട്ടുണ്ട്. ആമേൻ, ഹല്ലേലൂയ. പാപത്തെ ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് ദൈവം തന്ന അധികാരം കാണിക്കലാണ്. പാപത്തെ ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് ദൈവം തന്ന അധികാരത്തെ കാണിക്കലാണ്. ഒരു വ്യക്തിയെ സ്നേഹിക്കുക, പാപിയെ സ്നേഹിക്കുക എന്ന് പറയുന്നതും അധികാരമാണ്. അത് ഞാൻ ചെയ്യുന്നൊരു പുണ്യപ്രവൃത്തിയല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പാപത്തിൽ ജീവിക്കുന്നൊരു വ്യക്തിയെ അവൻ്റെ പാപങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് വെറുത്തുകൊണ്ട് ആ വ്യക്തിയെ നീ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നീ കാണിക്കുന്നത് ദൈവം തന്ന അധികാരമാണ്. അതൊരു പുണ്യപ്രവൃത്തിയല്ല, അത് മറ്റൊരു ജീവിതാവസ്ഥയല്ല, മറ്റൊന്നുമല്ല. അത് ദൈവം തന്ന അധികാരത്തെ നീ കാണിക്കുന്നതാണത്. ഹല്ലേലൂയ. ദൈവം നമുക്ക് തന്ന അധികാരത്തെ നമ്മൾ കാണിക്കുന്ന രീതിയിൽ ഒന്നാണ്, പ്രിയപ്പെട്ട ദൈവജനമേ, പാപിയെ സ്നേഹിക്കൽ. അതുകൊണ്ട് ഈശോ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് പുതിയൊരു കൽപ്പന തരുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. ഇത് കൽപ്പനയാണ്, ഇത് അതോറിറ്റിയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് കാണിക്കാവുന്ന അധികാരമാണിത്. നമ്മളെ ദ്രോഹിച്ച ഒരു വ്യക്തി, നമ്മളെ ദ്രോഹിച്ച, നമുക്ക് തിന്മ വരുത്തിയ ഒരു വ്യക്തി, ആ വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ടോ? അതിനെ വിളിക്കുന്ന പേരാണ് അധികാരം എന്ന് പറയുന്നത്. ഈ അധികാരം നമ്മൾ ആ വ്യക്തിക്കെതിരെ കാണിക്കുമ്പോൾ
അവളുടെ ഉള്ളിലുള്ള പൈശാചികതയ്ക്കെതിരെയാണ് നീ സ്നേഹമെന്ന് പറയുന്ന അധികാരത്തെ പ്രയോഗിക്കുന്നത്. അത് ദൈവീകമാണ്, ദൈവത്താൽ പ്രേരിതമേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളൊരിക്കലും അത് കാണിക്കുന്ന ഒരു വ്യക്തിയെ സ്നേഹിച്ചിട്ട് പറയും ഞാനെന്തോ വലിയ സംഭവം ചെയ്തു. ഒരു സംഭവം നമ്മൾ ചെയ്തിട്ടില്ല. ദൈവം തന്ന അധികാരത്തെ നമ്മൾ ഉപയോഗിച്ചു, അത്രയേ ഉള്ളൂ. ദൈവം തന്ന അധികാരത്തെ നമ്മൾ ഉപയോഗിച്ചു. നമ്മളെ ദ്രോഹിച്ചതിനെ നമ്മൾ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അത് അധികാരമാണ് പ്രിയപ്പെട്ടവരെ. നിങ്ങൾക്കറിയില്ല അതിൻ്റെ വാല്യൂ എന്താണെന്നുള്ളത്. അങ്ങനെ ചെയ്യുന്ന വ്യക്തിയെ സംബന്ധിച്ച് പൈശാചിക ശക്തികൾ അവരെ കണ്ട ഭയക്കും. പൈശാചിക ശക്തികൾക്ക് ഇക്കൂട്ടരെ ഭയമാണ്. കാരണം ഇവർ എല്ലായിടത്തും ദൈവിക സ്വഭാവം കാണിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഉള്ളിൽ ദൈവം വസിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, നിങ്ങളുടെ ഒരു കരണം തടിച്ചാൽ മറുകരണം കാണിക്കുന്നത് അധികാരമാണ് പ്രിയപ്പെട്ടവരെ. അതൊരു കുറവല്ല, തോറ്റുകൊടുക്കലല്ല, അധികാരമാണ്. എന്തുകൊണ്ട് അത് അധികാരമാകുന്നു? അതിൽ അടങ്ങിയിരിക്കുന്ന സാത്താനെ നിങ്ങൾ കാണിച്ചു കൊടുക്കുന്ന മറുകരണം ക്രിസ്തുവിൻ്റേതാണ്. മറുകരണം കാണിച്ചു കൊടുക്കുന്നത് ക്രിസ്തുവിൻ്റെ മറുകരണമാണ്. അത് അടിക്കൊള്ളാനുള്ള മറുകരണമല്ല, മറിച്ച് ക്ഷമ എന്ന് പറയുന്ന മറുകരണമാണ് നമ്മളവിടെ കാണിച്ചു കൊടുക്കുന്നത്. ഒരാളെന്നെ തല്ലിയ നീ ഒന്നുകൂടെ തന്നോ എന്ന് പറയുന്നതല്ല അതിൻ്റെ അന്തരാർത്ഥം എന്ന് പറയുന്നത്. ക്ഷമ എന്ന് പറയുന്ന മറുകരണമുണ്ട്. എൻ്റെ ഒരു മുഖത്തിൻ്റെ ഒരു വശമല്ല, രണ്ട് വശമുണ്ട്. അതിലൊന്ന് മാനുഷികതയും മറ്റൊന്ന് ദൈവീകതയും. അതിൽ ദൈവീകത എന്ന് പറയുന്ന മറുകരണം ഞാൻ കാണിച്ചു കൊടുക്കണം. എൻ്റെ മുഖത്തിൻ്റെ രണ്ടാമത്തെ തലത്തെ എനിക്ക് കാണിച്ചു കൊടുക്കുന്നത് അധികാരമാണത്. അധികാരമാണ്. നിങ്ങളെ വേദനിപ്പിച്ചവരെ സ്നേഹിക്കുന്നത് നിങ്ങൾ കാണിക്കുന്ന പുണ്യപ്രവൃത്തിയല്ല, അധികാരമാണ്. നിങ്ങൾ അവരോട് ചെയ്യുന്നൊരു ഫേവറല്ല, അധികാരമാണത്. അധികാരമാണ്. ഈ അധികാരം കാണിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ച് അവരുടെ കുടുംബത്തിൽ ഒരിക്കലും തിന്മ കൊടികുത്തി വാഴാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അനുവദിക്കുകയില്ല. കാരണം ഇത് ദൈവം കൽപ്പിച്ച കൽപ്പന സ്വീകരിച്ച വ്യക്തി കാണിക്കുന്ന അധികാരമാണ്. സ്നേഹം എന്ന് പറയുന്നത് അധികാരമാണ്. സകലതിനെയും സോൾവ് ചെയ്യുന്ന അധികാരമാണ് സ്നേഹം. അത് ദൈവസ്നേഹമാണെങ്കിൽ അതതിൻ്റെ ഏറ്റവും പരമോന്നതമായിട്ടുള്ള അവസ്ഥയിൽ തന്നെ നമുക്ക് കൊടുക്കാനും സാധിക്കും. ദൈവസ്നേഹമാണെങ്കിൽ അതതിൻ്റെ ഏറ്റവും പരമോന്നതമായിട്ടുള്ള സ്റ്റേജിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇതാണ് ഇവിടെ ജനക്കൂട്ടം പറയുന്നത്. മനുഷ്യർക്ക് ഈ അധികാരം നൽകിയ ദൈവത്തെ അവർ മഹത്വപ്പെടുത്തി. മനുഷ്യർക്ക് ഈ അധികാരം നൽകിയ ദൈവത്തെ ജനക്കൂട്ടം മഹത്വപ്പെടുത്താൻ കാരണം അത് അധികാരമാണ്. തളർവാദ രോഗിയെ കൊണ്ടുവന്ന് നടത്തി. തളർവാദ രോഗിയെ കുറച്ച് പേര് കൊണ്ടുവന്ന് നടത്തി യേശുവിൻ്റെ നാമത്തിൽ. പ്രിയമുള്ള ദൈവജനമേ, ഇവിടെ യേശു പ്രവർത്തിച്ചതും കൊണ്ടുവന്നവർ പ്രവർത്തിച്ചതും രണ്ടും രണ്ട് തലങ്ങളാണ്. യേശു പ്രവർത്തിച്ചപ്പോൾ അവനോട് പറഞ്ഞു, നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. അതാണ് യേശു പ്രവർത്തിച്ചത്. മറ്റൊരു വിഭാഗം പ്രവർത്തിച്ചതാണ്, ഇവനെ കൊണ്ടുവന്നു. യേശുവിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നപ്പോൾ ഏറ്റവും ഫിസിക്കലി ചെയ്ത പ്രവൃത്തി ജനക്കൂട്ടമാണ്. ഈ കൊണ്ടുവന്ന വ്യക്തികൾ ഫിസിക്കലി അധ്വാനിച്ചപ്പോൾ ക്രിസ്തു അവിടെ അധ്വാനിച്ചതല്ല, ക്രിസ്തു എന്ന് പറയുന്ന വ്യക്തിത്വത്തെ അവനിലേക്ക് അടിച്ചേൽപ്പിച്ചു. നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. തന്നെ വേദനിപ്പിക്കുന്ന എല്ലാവരോടും കർത്താവ് പറയുന്നത് ഇത് തന്നെയാണ്. നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മൾ അറിയുന്നില്ല നമ്മുടെ പാപങ്ങൾ എത്രത്തോളം ക്ഷമിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ അറിയുന്നില്ല. ഇങ്ങനെ ഓരോ ക്ലാസ്സുകൾ നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ പറയും, എൻ്റെ പാപങ്ങളും വിശുദ്ധ കുമ്പസാരം വഴി ക്ഷമിക്കപ്പെട്ടിട്ടുണ്ട്. പ്രിയമുള്ള ദൈവജനമേ, വിശുദ്ധ കുമ്പസാരത്തിലൂടെ നിനക്ക് കിട്ടുന്നത് പാപമോചനമാണ്. ക്ഷമിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അത് വിശുദ്ധ കുമ്പസാരത്തിൽ എന്നുള്ളതിനേക്കാളുപരി നീ ചെയ്ത പാപങ്ങൾക്ക് പരിഹാരമായി മറ്റൊരാളെ നീ സ്നേഹിക്കുമ്പോൾ, മറ്റൊരാളോട് നീ ക്ഷമിക്കുമ്പോൾ നിനക്ക് കിട്ടുന്നതാണത്. അതാണ് അന്നു വേണ്ടുന്ന ആഹാരത്തിൽ ഈശോ നമ്മളെ പഠിപ്പിച്ചത്. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ. ഇതാണ് പ്രിയപ്പെട്ട ദൈവജനമേ സ്നേഹത്തിൻ്റെ പൂർണ്ണത എന്ന് പറയുന്നത്. സ്നേഹിക്കുന്നിടത്തല്ല, പറ്റാത്തവരെ സ്നേഹിക്കുന്നിടത്താണ്. എന്നെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്നതിലല്ല, എന്നെ സ്നേഹിക്കാത്തതിനെ സ്നേഹിക്കുന്നതിനടുത്താണ് സ്നേഹം എന്ന് പറയുന്ന കൽപ്പനയായിട്ട് ഞാൻ അടിച്ചേൽപ്പിക്കുമ്പോൾ ഞാൻ അവരുടെ ആ വ്യക്തിയുടെ റൂളറായിട്ട്, അധികാരിയായിട്ട് ഞാൻ മാറുകയാണ്. കാരണം
അവൻ എന്നെ ദ്രോഹിച്ചപ്പോഴും ദൈവസ്ഥാപിതമായ സ്നേഹം അവനിലേക്ക് ഞാൻ അടിച്ചേൽപ്പിക്കുന്നുണ്ടെങ്കിൽ അത് അവനിൽ വസിക്കുന്ന സാത്താൻ ഏൽക്കുന്ന ഏറ്റവും വലിയ പ്രഹരമാണത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ സാത്താനെതിരെ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രഹരമാണ് സ്നേഹമെന്ന് പറയുന്നത്. അതിന് ഒരു അതിർത്തിയില്ല, അതിർവരമ്പുകളില്ല. ഈശോയുടെ നാമത്തിൽ കൊടുക്കുക. ഈശോയുടെ നാമത്തിൽ നിങ്ങൾ സ്നേഹിക്കുക, ഈശോയുടെ നാമത്തിൽ നിങ്ങൾ കൊടുക്കുക. ഈശോയുടെ നാമത്തിൽ നിങ്ങൾ സ്നേഹത്തെ കൊടുത്താൽ അത് സ്വീകരിക്കുന്ന വ്യക്തിയിൽ നിന്ന് സൗഖ്യം പുറപ്പെടും. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഈശോ അവനോട് പറഞ്ഞു, എഴുന്നേറ്റ് നിൻ്റെ ശയ്യയും എടുത്ത് പോവുക. തളർവാദ രോഗി ആയിരിക്കുന്ന അവസ്ഥയാണ് ശയ്യ അല്ലെങ്കിൽ കിടക്ക് എന്ന് പറയുന്നത്. തളർവാദ രോഗി ഏതവസ്ഥയിലായിരിക്കുന്നുവോ അതിനു മുകളിൽ അവൻ തളർവാദ രോഗിക്ക് അധികാരം കൊടുക്കുകയാണ്. അവിടെ നീ നിൻ്റെ കിടക്ക എടുക്കണം. കിടക്ക ഒരു വ്യക്തിയെ ചുമക്കുന്നതാണ്. കിടക്ക നമ്മൾ ചുമക്കാറില്ല. ഞാൻ കിടക്കയിൽ കിടക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ കിടക്കുക. ഈശോ പറയുന്നു, നീ ആയിരിക്കുന്ന അവസ്ഥകളെ നീ എടുക്കണം, നീ അതിനെ കീഴ്പ്പെടുത്തണം. അതുകൊണ്ട് തളർവാദ രോഗിയുടെ ഈശോ പറഞ്ഞു, നിൻ്റെ കിടക്കയെടുത്ത് പോവുക, കിടക്കയെടുത്ത് പോവുക. പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടാൽ കിടക്കയെടുക്കാൻ നമുക്ക് പറ്റും. പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മളിങ്ങനെ കിടക്കയിൽ കിടക്കും, മത്ത് പിടിച്ച് കിടക്കും, സുഖിച്ച് കിടക്കും, അതിൽ രോഗിയായി കിടക്കും. ഏതവസ്ഥയിലാണ് കിടക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. സാത്താൻ കിടത്തും നമ്മളെ. നമുക്ക് രാവിലെ എഴുന്നേൽക്കാൻ പറ്റാത്തൊരവസ്ഥ, രാത്രി ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥ, രണ്ടും ഈ കിടക്കയിൽ കിടക്കുന്ന അവസ്ഥ തന്നെയാണ്. ഒരേ കിടക്കയിൽ തന്നെ നമുക്ക് എഴുന്നേൽക്കാൻ ബുദ്ധിമുട്ടും ഒരേ കിടക്കയിൽ തന്നെ ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. നിങ്ങൾ ചിന്തിച്ചേ, രണ്ടും രണ്ട് സമയത്താണ്. ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങാൻ പറ്റാവുകയും എഴുന്നേൽക്കേണ്ട സമയത്ത് എഴുന്നേൽക്കാൻ പറ്റാത്തതും, രണ്ടും ചെയ്യുന്നത് കിടക്ക തന്നെയാണ്, ഒരു വ്യക്തിയോട് തന്നെയാണ് ചെയ്യുന്നത്. അത് ആ കിടക്ക, ആ സാഹചര്യത്തോടാണ് ഈശോ പറയുന്നത്, എഴുന്നേറ്റ് നിൻ്റെ കിടക്കയെടുത്ത് നടക്കണം. കിടക്കയെടുത്ത് നീ നടക്കുക. നിനക്ക് ഉറങ്ങാൻ പറ്റുന്നില്ലേ? നിനക്ക് ഉറങ്ങണം. നിനക്ക് എഴുന്നേൽക്കാൻ പറ്റുന്നില്ലേ? നീ എഴുന്നേൽക്കണം. ഇത് രണ്ടും കിടക്കയാണ് പ്രിയപ്പെട്ടവരെ. ഒന്ന് റെസ്റ്റാണെങ്കിൽ ഒന്ന് ആക്റ്റീവാണ് നമ്മുടെ ജീവിതത്തിൽ. ആക്റ്റീവായതിനെ നമ്മളെപ്പോഴും പരിപോഷിപ്പിക്കണം. റെസ്റ്റിനോട് നോ പറയണം. ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ തളർവാദം എന്ന് പറയുന്നത് രോഗം എന്നുള്ള അവസ്ഥയേക്കാൾ പാപമോചനം എന്ന് പറയുന്നത് ശീലിക്കേണ്ടത്, സ്വീകരിച്ചാൽ മാറുന്ന അവസ്ഥയാണെന്നുള്ളത് ഈ വചനത്തിലൂടെ നമ്മളോട് ഈശോ പറഞ്ഞു. നമുക്ക് സ്വീകരിക്കാം ഈ വചനത്തെ, തലമുറകളിലേക്ക് നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ അപ്പൻ്റെ അമ്മയുടെ തലമുറകളിലേക്ക് ഈ പറഞ്ഞ വചനത്തെ നമുക്ക് സ്വീകരിക്കാം. കാരണം അവരിൽ ഒത്തിരി പേരിപ്പോഴും തളർവാദ രോഗികളായിട്ട് കിടക്കുക. ആരെങ്കിലും എന്നെ ഒന്നെടുത്ത് കൊണ്ടുപോയി ദൈവത്തിൻ്റെ മുൻപിൽ എന്ന് എത്തിച്ചിരുന്നെങ്കിൽ, ബസ് ചെയ്ത കുളക്കരയിൽ കിടക്കുന്ന കിടപ്പ, ആരെങ്കിലും ഒന്ന് തന്നെ വെള്ളത്തിലേക്ക് ഇറക്കിയ. പ്രിയമുള്ള ദൈവജനമേ, ഇതാണ് തലമുറകളിൽ നിന്ന് നമ്മിലേക്ക് വരുന്നൊരു പ്രാർത്ഥന. ഇതാണ് ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് ഉയരുന്ന പ്രാർത്ഥന. നമ്മിലേക്ക് വരുള്ളൂ, ദൈവത്തിലേക്ക് എത്തുന്നില്ല. ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് പ്രാർത്ഥനകൾ ഉയരുന്നുണ്ടെങ്കിൽ ഇത് ദൈവമല്ല ശ്രവിക്കേണ്ടത്, നമ്മൾ ശ്രവിക്കണം. എൻ്റെ തലമുറയിൽ നിന്ന് മരിച്ചുപോയവരുടെ പ്രാർത്ഥന ശ്രവിക്കാനുള്ള ഒരു ഓപ്പണിങ് എനിക്കുണ്ടാവണം. എൻ്റെ കാര്യങ്ങൾ മാത്രം ദൈവത്തിന് മുമ്പിൽ പറയുമ്പോൾ എൻ്റെ കാതുകൾക്ക് ആ പ്രാർത്ഥന ശ്രവിക്കാനുള്ള തുറവി ഉണ്ടാവില്ല. ആ തുറവി കിട്ടിയാൽ, ആ ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് ഉയരുന്ന പ്രാർത്ഥനയെ സ്വീകരിക്കാൻ എനിക്ക് പറ്റിയാൽ, അവർക്ക് വേണ്ടി ഞാൻ മുട്ടുകുത്തുന്നിടത്ത് ഞാൻ ഈ തളർവാദ രോഗിയെ കൊണ്ടുവന്ന ചിലരാണ്. ഈ തളർവാദ രോഗിയെ യേശുവിൻ്റെ മുൻപിലെത്തിച്ച ചിലർ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഞാൻ അപ്ഗ്രേഡ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം, എൻ്റെ തലമുറയിൽ ആരൊക്കെയോ പ്രാർത്ഥന ആവശ്യപ്പെടുന്നുണ്ട് എന്നുള്ളത് എൻ്റെ ജീവിതവുമായിട്ട് കണക്ട് ചെയ്ത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റണം. എൻ്റെ ജീവിതവുമായിട്ട് കണക്ട് ചെയ്ത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റണം, കർത്താവേ, ഇത് ഇന്നയാൾ ചെയ്തതാണല്ലോ, എനിക്ക് ഈ രോഗം എൻ്റെ ഇന്നയാൾക്ക്, എൻ്റെ തലമുറയിൽ ഇന്നയാൾക്ക് ഉണ്ടായിരുന്നതാണല്ലോ, അപ്പോൾ ആ വ്യക്തി പ്രാർത്ഥന ആവശ്യപ്പെടുന്നുണ്ടോ എന്ന് നമുക്ക് നമ്മളുടെ ഓരോ രോഗത്തിൻ്റെ സമയത്തും മറ്റവസ്ഥകളുടെ സമയത്തും നമ്മുടെ മനസ്സിൽ അത്തരത്തിൽ ചിന്തിക്കാനുള്ളൊരു വിവേകം, ഒരു ആത്മാവ് തരുന്ന ജ്ഞാനത്തിൻ്റെ ഒരവസ്ഥ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. ആമേൻ. ഹല്ലേലൂയ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം.